കൊയ്ത്തുകാലത്തെ മഞ്ഞ് ഭാഗം 5. ജോണകൾ ഡാനിയുടെ കിടക്കയോട് ചേർന്ന് കസേരയിലിരുന്നു. മുറിയിൽ ഡാനിയും ജോണകളും മാത്രം. ഡാനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ജോണകൾ കണ്ടു. കണ്ണുനീർ ഇതുവരെ ഒഴുകി തീർന്നില്ല അല്ലേ? ജോണകൾ ചോദിച്ചു. സങ്കടം കൊണ്ടല്ല അങ്കിൾ, ഞാനിപ്പോ കരയുന്നത് സന്തോഷം കൊണ്ടാണ്. എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയതിലുള്ള സന്തോഷം, ഡാനി ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. ഡാനിയെ പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞ ജോണങ്കിളിനെ ആ വാക്കുകൾ അമ്പരപ്പിച്ചില്ല. അങ്കിളിന്റെ കരസ്പർശമേറ്റ അന്ന് ഞാൻ ഭാഗ്യവാനായി. വെറും ഒരു ഉപകരണമായി ദൈവം എന്നെ പ്രവർത്തിപ്പിച്ചതേയുള്ളൂ ഡാനി. ഒത്തിരി നന്ദിയുണ്ട് അങ്കിൾ, ഒത്തിരി ഒത്തിരി. ഡാനി എന്താ പതിവില്ലാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തോ ഇന്ന് രാവിലെ ഉണർന്നപ്പോ എന്തെന്നില്ലാത്ത ആഹ്ലാദം കൊണ്ട് വീർപ്പ് മുട്ടുന്നത് പോലെ. അങ്കിൾ ഇന്ന് പുറത്തു പോകാൻ എന്നെ അനുവദിക്കണം. ലീന ഇക്കാര്യം എന്നോട് പറഞ്ഞു. ഡാനിയുടെ ഇഷ്ടം പോലെ ആവട്ടെ, ഞാൻ അതിന് തടസ്സമല്ലെന്ന് അറിയില്ലേ അങ്കിൾ? കുറെ നേരം കഴിഞ്ഞാണ് ഡാനി വിളിച്ചത്. ജോണകൾ ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. ക്ഷമിക്കണം, എന്നെ ഒന്ന് ഇരുത്താമോ? ജോണകൾ എഴുന്നേറ്റു. ഭാരം കുറഞ്ഞ ഡാനിയുടെ ശരീരം പിടിച്ചുയർത്താൻ അയാൾക്ക് ഒട്ടും ക്ലേശിക്കേണ്ടി വന്നില്ല. കട്ടിൽപ്പടിയിൽ ഉയർത്തിവെച്ച തലയിടയിൽ ശരീരം കൊള്ളിച്ച് ഡാനിയിരുന്നു. അയാൾ വർണ്ണാതീതമായ ഭാവത്തോടെ ജോണകളിനെ നോക്കി. ജോണകൾ വീണ്ടും കസേരയിലിരുന്നു. ഡാനി തന്റെ 2 കൈകളും നിവർത്തി സൂക്ഷ്മതയോടെ നോക്കി. എന്താ ഡാനി കയ്യിൽ? ജോണകൾ ചോദിച്ചു. ഡാനി കൈകൾ ജോണകളിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ടോ അങ്കിൾ, കറുത്ത് കരിവാളിച്ച ഉള്ളം കൈകൾ കണ്ടോ? രക്തത്തിന്റെ നിറം കാണാനേ ഇല്ല. ഡാനി പറഞ്ഞത് മറ്റെന്തോ അർത്ഥത്തിലാണെന്ന് ജോണകളിന് മനസ്സിലായി. മനുഷ്യരക്തം പുരണ്ട കൈകളല്ലേ? അന്യന്റെ രക്തത്തിന്റെ കൊടും ചൂടിൽ ഈ ശരീരത്തിലെ രക്തനിറം മങ്ങിപ്പോയി അല്ലെങ്കിൽ? ജോണകൾ മറുപടി പറഞ്ഞില്ല. വീണ്ടും നിശബ്ദത. കോടതി വളപ്പിൽ ആക്രമണം. കൊലക്കേസിൽ വെറുതെ വിട്ട പ്രതിയുടെ കാലുകൾ വെട്ടിയെറിഞ്ഞു. പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ആ തലവാചകങ്ങൾ ജോണകൾ ഓർക്കുകയായിരുന്നു. രാഷ്ട്രീയ വൈരിയെ പട്ടാപ്പകൽ വീട്ടുമുറ്റത്തിട്ട് വെട്ടിയും കുത്തിയും നിഷ്കരണം കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതിയായിരുന്നു ഡാനി. ഡാനി ഉൾപ്പെടെ 4 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കോടതിയിൽ നിന്ന് പുറത്തു വന്ന ഉടനെ കാത്തുനിന്നവർ ചാടി വീണു. പോലീസുകാർ കാഴ്ചക്കാരായി. ഡാനി മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. കാലുകൾ 2 മറ്റ് രക്തത്തിൽ കുളിച്ച് ഡാനി പിടഞ്ഞു. നാട് ചുറ്റുന്നതിനിടയിലാണ് ജോണകൾ പത്രത്തിലൂടെ ഈ സംഭവം വായിച്ചറിഞ്ഞത്. വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഉൾവിളി ഉണ്ടായതായി തോന്നി. ഡാനിയെ കാണണം. ഡാനി മരണത്തിലേക്ക് കടന്നു പോയില്ലെങ്കിൽ പുതിയ ജീവിതം നൽകണം. ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡാനി പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ ധാരാളം ഉണ്ടായിരുന്നു. അവരാണ് ആശുപത്രിയിലെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നത്. ഡാനിയുടെ ബന്ധുക്കളെ തിരഞ്ഞു. ഡാനിയുടെ ചേട്ടൻ കുര്യച്ചനെയും സഹോദരി ലീനയെയും പരിചയപ്പെട്ടു. മദ്യപിച്ച് ലക്കില്ലാതെ നടക്കുന്ന കുര്യച്ചൻ, നിസ്സഹായായി വിഷമിക്കുന്ന ലീന. ലീനയ്ക്ക് ടെലിഫോൺ ബൂത്തിൽ ജോലി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അവൾ ആശുപത്രിയിലെത്തും. 8 മണിക്ക് ജോലിക്ക് പോയാൽ പിന്നെ 6 മണി കഴിഞ്ഞാണ് തിരിച്ചെത്തുന്നത്. ഡാനിയെ വിട്ടുപോകാൻ ജോണകളുടെ മനസ്സുണ്ടായില്ല. ഡാനിയെ പോലുള്ളവരെ തേടി നടക്കുമ്പോൾ അയാളെ ഉപേക്ഷിക്കുന്നത് എങ്ങനെ? ആശുപത്രിക്കടുത്തുള്ള ലോഡ്ജിൽ ജോണകൾ മുറിയെടുത്തു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശുശ്രൂഷകരുടെയും സന്ദർശകരുടെയും എണ്ണം കുറഞ്ഞു. ക്രമേണ ആരുമില്ലാതായി. മാംസപിണ്ഡമായി ഡാനി കിടക്കയിൽ കഴിഞ്ഞു. കുര്യച്ചൻ അപ്പോഴും ശാപവാക്കുകളുമായി ആശുപത്രിയിൽ വന്നും പോയും കഴിഞ്ഞതേയുള്ളൂ. ഡാനിക്ക് ആശ്രയം ലീന മാത്രമായി. ലീന ജോലി ഉപേക്ഷിച്ചു. ആ ദിവസങ്ങളിലാണ് ജോണകൾ ലീനയുമായി കൂടുതൽ അടുത്തത്. സ്നേഹത്തിലൂടെ ഡാനിയുമായി അടുക്കാൻ ശ്രമിച്ചു. ഉപദേശത്തിന്റെ വാക്കുകൾ ആദ്യം കേട്ടപ്പോൾ ഡാനി പൊട്ടിത്തെറിച്ചു. കടന്നു പോടൂ. കാല് 2 പോയതുകൊണ്ട് എന്റെ മനസ്സിലെ തീയാണെന്നാണോ? ഇല്ല ഇല്ല. ജോണകൾ ഡാനിയെ നോക്കി. അയാളുടെ കണ്ണുകൾ തന്റെ മുഖത്ത് തറഞ്ഞിരിക്കുകയാണെന്ന് ജോണകൾ കണ്ടു. അങ്കിൾ ഇപ്പോൾ ഓർത്തിരുന്നത് എന്നെ പറ്റിയല്ലേ? ഡാനി ചോദിച്ചു. അതെ. നിന്ദയും ധിക്കാരവും ഒക്കെ എന്നിൽ നിന്നുണ്ടായി. അതോർത്ത് ഞാൻ എന്നും ദുഃഖിക്കുന്നുണ്ട്. മനുഷ്യ സഹജമാണ് അതെല്ലാം. അങ്കിൾ ഈ കിടക്കയിലേക്കൊന്ന് ഇരിക്കാമോ? അപേക്ഷയുടെ സ്വരം. അതെന്തിനാ? കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കിടക്കയുടെ അരികിലിരിക്കുമ്പോൾ ജോണങ്കിളിന്റെ മുഖത്ത് വിസ്മയഭാവം നിഴലിച്ചു. തന്റെ തൊട്ടടുത്തിരിക്കുന്ന ജോണങ്കിളിനെ ഡാനി സംതൃപ്തിയോടെ നോക്കി. എന്നെ ആ ശരീരത്തോട് ചേർത്തിരുത്താമോ? നിഷ്കളങ്കമായ ചോദ്യം. ആ ചോദ്യം കേട്ടപ്പോൾ ജോണങ്കിളിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ നനഞ്ഞു. ഡാനിയും കരച്ചിലിന്റെ വക്കത്തെത്തിയിരുന്നു.
ജോണങ്കിൾ ഡാനിയെ വാരി പുണർന്നു. അങ്കിൾ! നിർവൃതിയോടെ ഡാനി ജോണങ്കിളിന്റെ കവിളിൽ ചുംബിച്ചു. പെട്ടെന്ന് ഡാനി പിടഞ്ഞകന്ന് കട്ടിലിൽ വീണു. അയാൾ പൊട്ടിക്കരഞ്ഞു. അയാളെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അങ്ങനെ ഒരു ശ്രമം നിഷ്ഫലമാണെന്നറിഞ്ഞ് ജോണങ്കിൾ അതിനൊരുങ്ങിയില്ല. അയാൾ എഴുന്നേറ്റ് മുറിയിലൂടെ ചുറ്റിത്തിരിഞ്ഞു. ഡാനിയുടെ കരച്ചിൽ കേൾക്കാതായപ്പോ ജോണങ്കിൾ കിടക്കയ്ക്കരികിലെത്തി. ഡാനി ചെരിഞ്ഞു കിടക്കുകയാണ്. ശരീരം മറച്ചിരുന്ന പുതപ്പ് വഴുതി മാറിയിരുന്നു. കാലുകൾ രണ്ടുമില്ലാത്ത ആ ശരീരത്തിൽ നോക്കി ജോണങ്കിൾ ദുഃഖത്തോടെ നിൽക്കുമ്പോൾ ഡാനി മലർന്നു കിടന്നു. അങ്കിൾ, ഞാൻ പൊയ്ക്കോട്ടെ? ഡാനി ചോദിച്ചു. പോകാൻ ഞാൻ അനുവദിച്ചതാണല്ലോ. ഇനി ഈ മുറിയിലേക്ക് തിരിച്ചു വരാൻ ഒത്തില്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത് എന്തിന്? ഇന്ന് രാത്രിയിൽ ഡാനി വീട്ടിൽ കഴിഞ്ഞിട്ട് നാളെ രാവിലെ ഇങ്ങോട്ട് വരില്ലേ? ആ ചോദ്യം കേട്ട ഭാവം ഡാനിയിൽ ഇല്ലായിരുന്നു. അയാൾ എന്തോ ആലോചനയിലാണ്. അങ്കിൾ അങ്കിൾ തന്ന ബൈബിൾ ഞാൻ കൊണ്ടുപോകും. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന പോലെ ഡാനി പറഞ്ഞു. അത് ഡാനിയുടേതാണല്ലോ. അങ്കിൾ, എനിക്ക് ജെറിയുടെ മമ്മിയെ ഒന്ന് കാണണം. അതിനെന്താ, ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞേക്കാം. ജോൺ അങ്കിൾ പുറത്തേക്ക് പോയി. ലീനയാണ് വത്സമ്മയെ ഡാനിയുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ലീന എന്നെപ്പറ്റി എന്തെങ്കിലും ഈ ചേച്ചിയോട് പറഞ്ഞോ? ഡാനി ചോദിച്ചു. ചിലതൊക്കെ. ഡാനിയുടെ നോട്ടം വത്സമ്മയുടെ മുഖത്തായി. ജെറി ഭാഗ്യമുള്ളവനാ, ദൈവാനുഗ്രഹമുള്ളവനാ. അതുകൊണ്ടാ ജോൺ അങ്കിളിന്റെ കയ്യിൽ വന്നു പെട്ടത്. ഡാനി തുടർന്നു. ജെറിയുടെ സാഹസം ക്ഷമിക്കണം. അത് പറഞ്ഞ് എപ്പോഴും കുറ്റപ്പെടുത്തി അവന്റെ മനസ്സിനെ നോവിക്കരുത്. ക്ഷമിക്കണം. ഒരമ്മയോട് ഞാൻ ഇങ്ങനെ പറയരുതായിരുന്നു. വാതിലിൽ മുട്ടുകേട്ട് ലീന വാതിൽ തുറന്നു. ജെറി വീൽചെയറുമായി മുറിയിലേക്ക് വന്നു. കണ്ടോ, ഇതൊരു ദൈവനിയോഗമാ. എന്നെ കൊണ്ടുപോകാൻ വീൽചെയറുമായി ഇങ്ങനെ ഒരാൾ വരുമെന്ന് സ്വപ്നത്തിലെങ്കിലും ഞാൻ വിചാരിച്ചിരുന്നുവോ? ഡാനി ചോദിച്ചു. ലീന ഡാനിയെ ശ്രദ്ധിച്ചു. ഡാനിയിൽ നിന്ന് ദുഃഖങ്ങളെല്ലാം ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ ആ മുഖത്ത് നിറഞ്ഞത് സന്തോഷമാണ്. ചലനങ്ങളിലും വാക്കുകളിലും അത് പ്രകടമാണ്. ഡ്രൈവർ തങ്കച്ചനും മുറിയിലെത്തി. ഡാനി, ഞങ്ങൾ പുറത്തു നിൽക്കാം. ലീന വത്സമ്മയെയും കൂട്ടി മുറിയിൽ നിന്നിറങ്ങി. തങ്കച്ചനും ജെറിയും ചേർന്ന് ഡാനിയെ പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. ആഡംബരത്തോടെ പോയേക്കാമല്ലോ. ഡാനി ചിരിച്ചു. വീൽചെയറിലിരുന്ന് ഡാനി വന്നപ്പോൾ എല്ലാവരും മുറ്റത്തുണ്ടായിരുന്നു. ഓനച്ചനും കറിയാക്കുട്ടിയും അകത്ത് മാറി നിൽക്കുന്നത് കണ്ട് ഡാനി അവരെ കൈകാട്ടി വിളിച്ചു. അവർ അടുത്തെത്തി. പരിചയപ്പെടാൻ കഴിഞ്ഞില്ല, എങ്കിലും രണ്ടുപേരെയും മനസ്സിലായി. ഞാൻ ഡാനി. കൂടുതൽ വിവരങ്ങൾ ആരെങ്കിലും പിന്നെ പറഞ്ഞു തരും. എല്ലാം ഞങ്ങൾക്കറിയാം, ഓനച്ചൻ പറഞ്ഞു. കത്തുകൾ ജോണങ്കിളിനെ ഏൽപ്പിച്ചോ? മറുപടി ഉണ്ടായില്ല. ഡാനി തുടർന്നു. അതിനെ തിരിച്ചു വാങ്ങരുത്, ഒരിക്കലും. എന്നാലും പൊരുതണം, നന്മയ്ക്ക് വേണ്ടി പൊരുതണം. ജോണങ്കിളിന്റെ തടങ്കൽ പാളയത്തിൽ അതിന് പരിശീലനം കിട്ടും. ഡാനിക്ക് പോകാൻ സജ്ജീകരിച്ചിരിക്കുന്നത് വാനാണ്. ജെറിയും ലീനയും ഡാനിയോടൊപ്പം വാനിൽ കയറി. തങ്കച്ചനാണ് ഡ്രൈവർ. വാൻ ചലിച്ചു തുടങ്ങിയപ്പോൾ ഡാനി വിളിച്ചു പറഞ്ഞു. അങ്കിൾ! ഡാനിയുടെ ഹൃദയത്തിൽ അങ്കിളുണ്ട്, എന്നും എല്ലായ്പ്പോഴും. എനിക്ക് സന്തോഷമാ അങ്കിൾ, എനിക്ക് സന്തോഷമാ. യാത്രാമംഗളം നേർന്നുകൊണ്ട് ജോണങ്കിൾ കൈവീശുമ്പോൾ അകാരണമായ എന്തോ ദുഃഖം അയാളെ അലട്ടുന്നുണ്ടായിരുന്നു. വാൻ ഓടുമ്പോൾ ഡാനി ചോദിച്ചു. ഈ യാത്ര എങ്ങോട്ടാണെന്ന് ജെറിക്ക് അറിയാമോ? ചേട്ടന്റെ വീട്ടിലേക്കല്ലേ? അതിനു മുമ്പ് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട് ലീനെ. നീ അത് ജെറിയോട് പറഞ്ഞില്ലേ? ഇല്ല ഡാനി. ജെറി, ദൈവത്തിന്റെ കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരിക്കൽ ആ വീട്ടിൽ പോകണമെന്ന് ഞാൻ ആശിച്ചിരുന്നു. മനുഷ്യരുടെ കോടതിയല്ലേ എന്നെ വെറുതെ വിട്ടത്. ദൈവത്തിന്റെ കോടതിയിൽ എന്തെങ്കിലും മറച്ചു വെക്കാനാകുമോ? ആ വീട്ടിൽ ചെന്ന് 2 തുള്ളി കണ്ണുനീർ എനിക്ക് വീഴ്ത്തണം, ക്ഷമയാചിക്കണം. ഞാൻ തൂകുന്ന കണ്ണുനീരിന് ദൈവം വില തന്നാൽ എൻ്റെ അനുതാപത്തിന് ഫലമുണ്ടാകും. ശാപവാക്കുകളില്ലാതെ ഇത്രയും നാൾ കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ ചെയ്ത പ്രായശ്ചിത്തത്തിന് വിലയുണ്ടാവും. ജെറി, നട്ടുച്ച നേരത്ത് പച്ചക്കറി ചന്തയിൽ ആൾക്കൂട്ടത്തിന് നടുവിൽ വച്ചാണ് ഞാൻ അദ്ദേഹത്തെ വെട്ടിമുറിച്ചത്. എന്നിട്ടും ആ ക്രൂരകൃത്യത്തിന് ദൃക്സാക്ഷികളില്ല. ആ രംഗം വ്യക്തമായി കണ്ടവരില്ല. ആരൊക്കെയോ വെട്ടി കൊന്നത് ആരാണെന്ന് ആർക്കും അറിയില്ല. കോടതിക്ക് എന്ത് ചെയ്യാൻ കഴിയും? വിധിവാചകത്തിലൂടെ ശിക്ഷാവിമുക്തനായി കൈവീശി നെഞ്ചി വിരിച്ച് കോടതി തന്ന നിരപരാധിയുടെ മുഖം മൂടിയും ധരിച്ച് ഞാൻ ഇറങ്ങി വന്നു. പക്ഷേ സർവശക്തന് ചില നിശ്ചയങ്ങളുണ്ടായിരുന്നു. കോടതി മുറ്റത്തെ പുൽപ്പരപ്പിൽ എൻ്റെ കാലുകൾ അറ്റുവീണു. ചോര തളം കെട്ടി. ഞാൻ കൊലപ്പെടുത്തിയ മനുഷ്യന്റെ വീട്ടിലേക്ക്, എൻ്റെ കാലുകൾ വെട്ടിയെറിഞ്ഞവരുടെ വീട്ടിലേക്കാണ് ജെറി എൻ്റെ യാത്ര. ജെറി ഞെട്ടി. അയാൾ ഡാനിയെ പകച്ചു നോക്കി. ജെറിക്ക് പേടിയാണോ? വീൽചെയറിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ
എന്നെ എടുത്തെറിയാൻ കരുത്തുള്ളവരാരും അവിടെയില്ല. പാവം ഒരമ്മ മാത്രം. ആ അമ്മയുടെ 3 മക്കളും ഇപ്പോൾ ജയിലിലാ. എന്തിനാണെന്നോ? അവരുടെ അച്ഛനെ കൊലപ്പെടുത്തിയവന് ശിക്ഷ നൽകിയ കുറ്റത്തിന്. രക്തം കൊണ്ട് കണക്ക് തീർക്കാൻ ശ്രമിച്ചതിന്. ജെറി, രക്തത്തിന് രക്തം. അരുത്. ഈ ചേട്ടന്റെ അപേക്ഷയാ അത്. ആ വീട്ടിൽ ഞാൻ പ്രവേശിക്കുന്നതിന് ജെറി സാക്ഷ്യം വഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്തിനെന്നോ? രക്തത്തിന് പകരം രക്തമല്ല എന്ന സന്ദേശത്തിന് ഇനിയുള്ള കാലത്ത് സാക്ഷിയാകുവാൻ. ലീന നിശബ്ദം കരയുകയാണെന്ന് ഡാനിക്കും ജെറിക്കും അപ്പോഴാണ് മനസ്സിലായത്. ലീനെ, സന്തോഷിക്കാനുള്ള നേരത്ത് കരയുന്നു. നീ സങ്കീർത്തനങ്ങളിൽ വായിച്ചിട്ടില്ലേ? ഞാൻ ആരുടെ വചനത്തെ പുകഴ്ത്തുന്നുവോ ആ കർത്താവിൽ ഞാൻ നിർഭയം ആശ്രയം അർപ്പിക്കും. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഈ വാചകങ്ങൾ എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു ലീനെ. ലീന കണ്ണുകൾ തുടച്ച് കരച്ചിലടക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾക്കതിന് കഴിഞ്ഞില്ല. വീണ്ടും അവൾ വിങ്ങിക്കരഞ്ഞു. ഡാനി തങ്കച്ചന് വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. നഗരപ്രാന്തത്തിലെ വഴികളിലൂടെ കടന്ന് വാൻ ഒരു വലിയ വീടിന്റെ മുന്നിലെത്തി നിന്നു. ശ്മശാന മുഖതയാണ് അവിടെ എങ്ങും. തങ്കച്ചനും ജെറിയും ലീനയും ചേർന്ന് ഡാനിയുടെ വീൽചെയർ വാനിൽ നിന്നിറക്കി. പുല്ലുകൾ വളർന്ന മുറ്റം കടന്നു ചെന്ന് ലീന വാതിലിൽ തട്ടി. വാതിൽ തുറന്നത് വൃദ്ധയായ ഒരു സ്ത്രീയാണ്. ഇങ്ങോട്ട് എഴുത്തയച്ചിരുന്നു ഡാനി. ലീന പറഞ്ഞു നിർത്തി. മനസ്സിലായി. ഡാനിക്ക് ഈ വീട്ടിലേക്ക് പ്രവേശനമുണ്ടോ? മറുപടി പൊട്ടിക്കരച്ചിലായിരുന്നു. ആ സ്ത്രീയുടെ കണ്ണുകൾ ചുവരിൽ മാലയിട്ട് വെച്ചിരിക്കുന്ന ചിത്രത്തിലായി. കരച്ചിലിനിടയിൽ ചിത്രത്തിൽ നോക്കി അവർ കൈകൾ കൂപ്പി. വരൂ. പെട്ടെന്ന് ഡാനിയുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ടെന്ന പോലെ അവർ പറഞ്ഞു. വളരെ വേഗം അവർ ഡാനിയുടെ മുന്നിലെത്തി. ഡാനി മുന്നോട്ടാഞ്ഞു. അയാൾ വീൽചെയറിൽ നിന്ന് ഊർന്ന് ആ സ്ത്രീയുടെ കാൽക്കൽ വീണു. മുറിഞ്ഞ കാൽമുട്ടുകൾ മണ്ണിൽ അമർന്നു. മടക്കയാത്രയിൽ ഡാനി ഒരക്ഷരം പോലും മിണ്ടിയില്ല. എങ്കിലും മുഖത്താകെ പ്രസന്നതയായിരുന്നു. ആരും സംസാരിച്ചില്ല. ഡാനിയെ കാത്ത് കുര്യച്ചൻ വീട്ടിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. അയാൾ അവിടെ ഇല്ലായിരുന്നു. ആനിയമ്മയും മക്കളും മണിക്കൂറുകളായി അവരെ കാത്ത് വീടിന് മുന്നിലെ വഴിയിൽ നിൽപ്പുണ്ടായിരുന്നു. സന്ധ്യയായപ്പോൾ തങ്കച്ചനും ജെറിയും തിരിച്ചുപോയി. രാത്രിയായിട്ടും കുര്യച്ചൻ വന്നില്ല. ആനിയമ്മ ഒരുക്കിയിട്ടിരുന്ന കിടക്കയിൽ ഡാനി കിടന്നു. ചേച്ചി, ഡാനി വിളിച്ചു. ആര്യമ്മ ഓടിയെത്തി. ചേച്ചി ഒത്തിരി വിഷമം അനുഭവിക്കുന്നുണ്ടല്ലേ? സാരമില്ല, സഹിക്കാനുള്ള ശക്തി ദൈവം എനിക്ക് തരുന്നുണ്ട്. ഈ കഷ്ടപ്പാടും ദുഃഖവും ഇല്ലാതാക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഞങ്ങൾ അനുഭവിക്കുന്നതിലും എത്രയോ കൂടുതൽ സങ്കടം ഡാനി അനുഭവിക്കുന്നു. എനിക്ക് സന്തോഷമാണ് ചേച്ചി. എനിക്കൊട്ടും ദുഃഖമില്ല. ചേച്ചിയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് എത്രയോ നാളായി. എനിക്കിന്ന് അല്പം കഞ്ഞി വേണം, തേങ്ങാ ചമ്മന്തിയും. ചോറും കറികളും ഉണ്ട്, ഞാൻ എടുക്കാം. ചോറ് വേണ്ട ചേച്ചി, കഞ്ഞിയായിട്ട് മതി. കഞ്ഞി കഴിച്ചിട്ട് ഡാനി ഒന്ന് മയങ്ങി. മുറിയിൽ അപ്പോഴും ലൈറ്റ് കത്തുന്നുണ്ട്. ഡാനിയുടെ കിടക്കയുടെ സമീപത്ത് തറയിൽ പായ് വിരിച്ച ലീന കിടപ്പുണ്ടായിരുന്നു. മയക്കത്തിൽ നിന്നുണർന്ന ഡാനി കിടക്കയിൽ വച്ചിരുന്ന ബൈബിൾ എടുത്ത് തുറന്നു വായിക്കാൻ ശ്രമിച്ചു. പിന്നെ ലീനയെ വിളിച്ചു. ലീന എഴുന്നേറ്റു. ലീനെ, കണ്ണിനൊരു മൂടൽ. നീ ഇതൊന്ന് വായിച്ചേ. ബൈബിളിൽ നിന്നും വായിക്കേണ്ട ഭാഗം ഡാനി തൊട്ടു കാണിച്ചു. ലീന വായിച്ചു. നിങ്ങൾ അരമുറുക്കി വിളക്ക് കൊളുത്തിയിരിക്കുക. വിവാഹ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വരുന്ന യജമാനൻ വന്ന് മുട്ടുമ്പോൾ തന്നെ അയാൾക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കണം നിങ്ങൾ. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണപ്പെടുന്ന ദാസന്മാർ അനുഗ്രഹീതരാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അയാൾ സ്വയം അരമുറുക്കി അവരെ ഭക്ഷണത്തിനെത്തി പരിചരിക്കും. അയാൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ യാമത്തിൽ വന്നാലും ഇപ്രകാരം ആ ദാസന്മാരെ കണ്ടാൽ അവർ അനുഗ്രഹീതർ. രാത്രിയിൽ എപ്പോഴാണ് കള്ളൻ വരുന്നതെന്ന് വീട്ടുടമസ്ഥന് അറിയാമായിരുന്നുവെങ്കിൽ അയാൾ തൻ്റെ വീട് തുറന്നു കയറാൻ കള്ളനെ അനുവദിക്കുമായിരുന്നില്ല. ഇത് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളും ഒരുങ്ങിയിരിക്കുക. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. മതി ലീനെ, ഡാനി പറഞ്ഞു. ലീന ബൈബിൾ അടച്ചു വെച്ചു. ഡാനിയിൽ അസാധാരണമായി ഒന്നും അവൾ കണ്ടില്ല. ചില രാത്രികളിൽ ഡാനി ബൈബിൾ വായിക്കാറുണ്ട്. കുടിക്കാൻ എന്തെങ്കിലും വേണോ? ലീന ചോദിച്ചു. വേണ്ട, നീ കിടന്നു. ലീന കിടന്നു. രാവിലെ ഉണർന്ന ലീന ഡാനിയെ നോക്കിയപ്പോൾ അയാളുടെ ശരീരം തണുത്ത് മരവിച്ചിരിക്കുന്നു. നിമിഷങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ നിന്ന് കൂട്ടക്കരച്ചിലുയർന്നു. ഓനാച്ചനും കറിയക്കുട്ടിയും ഒത്ത് തമിഴ്നാട്ടിലെ കമ്പം എന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ജോണകൾ. അപ്പോഴാണ് ആ ഫോൺ സന്ദേശം എത്തിയത്. ഡാനി മരിച്ചു.
വാർത്ത കേട്ട് ജോണുകൾ ഞെട്ടി. ഇവിടെ നിന്നുള്ള ഡാനിയുടെ യാത്ര അന്ത്യയാത്രയായിരുന്നുവെന്നറിഞ്ഞപ്പോൾ ജോണുകളിന് അത്ഭുതവും ദുഃഖവും ഒന്നിച്ചുണ്ടായി. ഡാനിയുടെ വീട്ടിലെത്താൻ ജോണുകൾ വൈകിയില്ല. അടുത്ത ദിവസം രാവിലെയായിരുന്നു മൃതദേഹ സംസ്കാരം. വത്സമ്മയും ജെറിയും മാർക്കോച്ചനും സംസ്കാര ചടങ്ങുകൾക്ക് എത്തിയിരുന്നു. ഓനാച്ചനും കറിയാക്കുട്ടിയും തോപ്പിലെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി. പുറത്തിറങ്ങേണ്ട എന്നായിരുന്നു ജോണുകളുടെ നിർദ്ദേശം. ഡാനിയുടെ നാടും തങ്ങളുടെ നാടും തമ്മിൽ വളരെ അകലമുണ്ടെങ്കിലും ജോണുകളുടെ നിർദ്ദേശം മാനിച്ച് അവർ ഡാനിയുടെ വീട്ടിലേക്ക് പോയില്ല. ഡാനിക്ക് വേണ്ടി അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോഴും കുര്യച്ചനിൽ നിന്ന് മദ്യഗന്ധം ഉയർന്നു. അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഡാനി രക്തം കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ ആരും എത്തിയില്ല. കുറെ കലാസാംസ്കാരിക പ്രവർത്തകർ വിലാപയാത്രയിലും അന്ത്യശുശ്രൂഷകളിലും പങ്കുകൊണ്ടു. ബന്ധുക്കൾ ആരും വന്നെത്താൻ ഉണ്ടായിരുന്നില്ല. കുര്യച്ചന്റെ അറിവിൽ അവർക്ക് ബന്ധുക്കൾ ആരുമില്ല. കുര്യച്ചന് 4 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അമ്മയുടെ കൂടെ ആ നാട്ടിലെത്തിയതാണ്. തങ്ങളുടെ ബന്ധുക്കളെ പറ്റി മരിക്കുന്നത് വരെ അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല. ഓർമ്മ വെച്ച് തുടങ്ങിയപ്പോൾ ബന്ധുക്കളായി അമ്മയെ കൂടാതെ കുഞ്ഞനിയനെയും അനുജത്തെയും മാത്രം കണ്ടാണ് കുര്യച്ചൻ വളർന്നത്. പക്ഷെ ഇപ്പോ സഹോദര ബന്ധം തന്നെ കുര്യച്ചൻ മറന്നു. സുബോധമുള്ള സമയമില്ല. സ്വന്തം സഹോദരൻ മരിച്ചു കിടക്കുമ്പോഴും നിസ്സംഗനായി ആടി ആടി നിൽക്കുന്ന കുര്യച്ചനെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചന്തയിലെ കൂട്ടുകാർ ഇടയ്ക്കിടെ അയാളെ മാറ്റി നിർത്തി കുപ്പിയിൽ നിന്നും മദ്യം വായിലേക്ക് പകർന്നു കൊടുത്തു. സെമിത്തേരിയിൽ നിന്ന് എല്ലാവരും പുറത്തു കിടന്നപ്പോഴും ജോണങ്കളും ലീനയും അവിടെ ഉണ്ടായിരുന്നു. ലീന ദുഃഖമടക്കി സ്വയം നിയന്ത്രിച്ചു നിൽക്കുകയാണ്. ജോണങ്കിൾ അവളെ നോക്കി. ഇനി ജോണങ്കളുടെ ചോദ്യം കേട്ട ഉടനെ ലീനയ്ക്ക് നിയന്ത്രണം നഷ്ടമായി. കണ്ണുനീർ പുറത്തു ചാടി. അവൾ ചുണ്ടു കടിച്ചമർത്തി. നമ്മുടെ ബന്ധത്തിന്റെ കണ്ണി വിട്ടു അല്ലേ അങ്കിൾ? മനസ്സിന്റെ അഗാധതയിൽ നിന്ന് ഉയർന്നു വന്ന ഇരമ്പൽ ആ ചോദ്യത്തിലുണ്ടായിരുന്നു. ലീനയ്ക്ക് അങ്ങനെയാണോ തോന്നുന്നത്? അങ്കിളിന്റെ ദൗത്യം വിജയിച്ചു. തികഞ്ഞ മാനസാന്തരത്തോടെ ഡാനി പോയി. അങ്കിളിന് വേണ്ടിയിരുന്നത് ഡാനിയെ മാത്രമായിരുന്നില്ലേ? ഡാനിയുടെ മാനസാന്തരം മാത്രമായിരുന്നില്ലേ? ആയിരുന്നു. അത് സാധിച്ചു. എനിക്ക് ദുഃഖമില്ല. പക്ഷെ ഡാനിയിലൂടെ അയാളുടെ കുടുംബം എൻ്റേതും കൂടിയായി. ആ കുടുംബത്തെ ഞാൻ ഉപേക്ഷിച്ചാൽ അത് ഡാനിയോടുള്ള നീതിയാവില്ല. വേണ്ട അങ്കിൾ. ഇനി അങ്കിളിന് ഞാനൊരു ഭാരമാവരുത്. ലീനെ, ഈ പറയുന്നത് ജോൺ അങ്കിളിനോടാണ്. ജോൺ അങ്കിളുടെ സ്വരം കരത്തു. ക്ഷമിക്കണം അങ്കിൾ. ഇനി ഞാൻ അങ്കിളിനെ ബുദ്ധിമുട്ടിക്കുകയില്ല. ചേട്ടൻ കുടുംബത്തെ മറന്ന് ജീവിക്കുന്നുവെങ്കിലും എനിക്ക് കുടുംബത്തെ മറക്കാൻ ഒക്കുമോ? അങ്കിൾ ഒരു ഉപകാരം ചെയ്താൽ മതി. ടെലിഫോൺ ബൂത്തിലെ ജോലി എനിക്ക് വീണ്ടും വാങ്ങിത്തരാമോ? ചേട്ടൻ ഒന്നും തന്നില്ലേലും അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ചേച്ചിക്കും പിള്ളേർക്കും വിശപ്പിനുള്ളത് കൊടുക്കാൻ എനിക്ക് സാധിക്കും. എന്നെ അകറ്റി നിർത്തുവാൻ നിനക്ക് അത്ര പെട്ടെന്ന് സാധിക്കുമോ ലീനെ? ലീനയ്ക്ക് മറുപടി ഉണ്ടായില്ല. വരൂ. ജോണങ്കിൾ നടന്നു. ഗേറ്റിന് പുറത്ത് വത്സമ്മയും ജെറിയും മാർക്കോച്ചനും നിൽപ്പുണ്ടായിരുന്നു. ശിവൻകുട്ടിയും തങ്കച്ചനും കാറും മാരുതി വാനുമായി കാത്തു നിൽക്കുന്നു. ലീനെ, തൽക്കാലം മറ്റൊന്നും ആലോചിക്കണ്ട. ആനിയമ്മയും കുട്ടികളും പള്ളിമുറ്റത്തുണ്ടാവും. അവരെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിലേക്ക് പോക്കോ. ഞാൻ ഇന്ന് വൈകിട്ട് കമ്പത്തിന് പോകും. തിരിച്ചു വന്നിട്ട് ബാക്കിയൊക്കെ സംസാരിക്കാം. ലീന ജോണങ്കിളിനെ നോക്കി കൈകൾ കൂപ്പി. എല്ലാ ഉപകാരങ്ങൾക്കും വളരെ നന്ദിയുണ്ട് അങ്കിൾ. ഞാൻ ഒരിക്കലും മറക്കില്ല. ലീന പെട്ടെന്ന് മുഖം പൊത്തിക്കരഞ്ഞു. ജോണങ്കിൾ അവളുടെ കൈകൾ പിടിച്ചു മാറ്റി. എന്താ ലീനയത്? ഞാൻ തന്ന പരിശീലനം മുഴുവൻ നഷ്ടമായോ? പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അങ്കിൾ. ലീന കണ്ണുകൾ തുടച്ചു. ലീനെ, എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ലീനയുടെ അടുത്തെത്തിയ വത്സമ്മ വെറുതെ വിളിച്ചു. കരയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചേച്ചി. ലീനയെ നീ എന്താണ് കാണുക? വത്സമ്മ ചോദിച്ചു. ലീന മറുപടി പറയാതെ ജോണങ്കിളിനെ നോക്കി. അവധി വാങ്ങി കുറേ ദിവസം വീട്ടിൽ കഴിയുന്നു എന്ന് മാത്രം ലീന വിചാരിക്കുക. ജോണങ്കിൾ തുടർന്നു. വീട്ടിൽ നിന്ന് തിരിച്ചു വരാൻ ഞാൻ പറഞ്ഞാൽ ഉടനെ ലീന തിരിച്ചെത്തണം. തിരിച്ചെത്തിയേ പറ്റൂ. ചെല്ലു. ആനിയമ്മയെ വിളിച്ചോണ്ട് വരൂ. ലീന വത്സമ്മയും ചെറിയയും ഒന്ന് നോക്കിയിട്ട് പള്ളിമുറ്റത്തേക്ക് പോയി. വാ മാർക്കോച്ചൻ ചേട്ടാ, വണ്ടിയിലിരിക്കാം, ജോണങ്കിൾ വിളിച്ചു. മറ്റുള്ളവരെ മാരുതി വാനിലെത്തിയിട്ട് ജോണങ്കിൾ ശിവൻകുട്ടിയെയും തങ്കച്ചനെയും മാറ്റി നിർത്തി എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുത്തു. അപ്പോൾ ഒരു ഓട്ടോ വന്നു നിന്നു. അതിൽ നിന്നും കുര്യച്ചൻ പുറത്തിറങ്ങി. എല്ലാം തീർന്നോ? കുര്യച്ചൻ ചോദിച്ചു. എന്ത് തീർന്നോന്നാ കുര്യച്ച? അല്ല, എൻ്റെ അനിയന്റെ ജീവിതം തീർന്നു. ഞാൻ അർത്ഥമാക്കിയത് അതല്ല. സംരക്ഷണം മുഴുവൻ തീർന്നോന്നാ. എന്ത് സംരക്ഷണം? കുടുംബ സംരക്ഷണം. ഏത്? മനസ്സിലായില്ലേ? എൻ്റെ കുടുംബത്തിന്റെ സംരക്ഷണമേ. അഴിഞ്ഞു തുടങ്ങിയ മുണ്ട് മുറുക്കിയൊടിക്കാൻ
ശ്രമിക്കുന്നതിനിടയിൽ കുര്യച്ചൻ വീഴാൻ ഭാവിച്ചു. ജോണങ്കിൾ അയാളെ പിടിച്ചു നിർത്തി. കാലേ നിൽക്ക് കുര്യച്ച. ഛേ, അങ്കിള് കളിയാക്കാതെ. എന്നും എപ്പോഴും കാലേ നിൽക്കുന്നവനാ കുര്യച്ചൻ. കുര്യച്ചൻ പാവമാ, അതുകൊണ്ട് ആക്ഷേപിക്കുക അല്ലേ? എന്റെ കുടുംബത്തെ പട്ടിണിയാക്കരുത്. ആരോടാ താനീ പറയുന്നത്? അങ്കിളിനോട്. താൻ പണിയെടുത്ത് പോറ്റേണ്ട കുടുംബം സംരക്ഷിക്കാൻ എനിക്കെന്ത് ചുമതല? അങ്കിൾ അങ്ങനെ ചോദിക്കരുത്. അങ്കിൾ കരുണയുള്ളവനാ. എന്റെ അനിയൻ പോയതുകൊണ്ട് ആ കരുണ തിരിച്ചെടുക്കരുത്. ശിവൻകുട്ടി, ഓട്ടോയുടെ ചാർജ് കൊടുത്തുവിട്, ജോണങ്കിൾ നിർദ്ദേശിച്ചു. ഛേ, അത് ഞാൻ കൊടുത്തോളാം, എന്റെ കയ്യിൽ കാശുണ്ടെന്നേ. പോക്കറ്റിൽ നിന്ന് രൂപ എടുക്കാൻ ശ്രമിച്ചപ്പോൾ കുര്യച്ചൻ മുഖം കുത്തി വീഴാനാഞ്ഞു. ജോണങ്കിൾ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് അയാളെ നിർത്തി. അധികം കളി വേണ്ട, മര്യാദയ്ക്ക് അടങ്ങി നിൽക്കടോ. കുര്യച്ചന് മിണ്ടാട്ടമില്ലാതായി. ശിവൻകുട്ടി ഓട്ടോറിക്ഷക്കാരന് പണം കൊടുത്തു. പൊയ്ക്കോ, ജോണങ്കിൾ പറഞ്ഞ ഉടനെ ഓട്ടോ പോയി. ശിവൻകുട്ടി, ഇയാളെ കാറിൽ കയറ്റ്. ശിവൻകുട്ടി കുര്യച്ചനെ വട്ടം ചുറ്റിപ്പിടിച്ച് കാറിലേക്ക് കൊണ്ടുപോയി. ചേയ്, ഇതെന്ത് കളി? എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? വിടാനേ! കുര്യച്ചൻ കുതറി. ശിവൻകുട്ടി ഡോർ തുറന്ന് കുര്യച്ചനെ കാറിന്റെ മുൻസീറ്റിലേക്ക് ഇട്ടു. ശിവൻകുട്ടി, പറഞ്ഞതുപോലെ ചെയ്തോ. വൈകാതെ തിരിച്ചെത്തണം. ലീനയെയും ആനിയമ്മയും വീട്ടിൽ കൊണ്ടു ചെന്നാക്കേണ്ടതാ. ശിവൻകുട്ടി കാർ മുന്നോട്ടെടുത്തു. എടോ, ഇതെങ്ങോട്ടാ? കുര്യച്ചൻ ചോദിച്ചു. കുര്യച്ചൻ എങ്ങോട്ടാ പോവേണ്ടത്? ചന്തയിലോട്ട്. ഇന്ദിനി ചുമടെടുക്കാൻ പറ്റുമോ? എടോ, ചോദ്യം അധികമൊന്നും വേണ്ട. കാറ് ചന്തയിലോട്ട് വിട്. എൻ്റെ കൂട്ടുകാരെവിടെ കാത്തു നിൽക്കും. ഞങ്ങൾക്കൊന്നിച്ച് അല്പം മദ്യപിക്കണം. എൻ്റെ അനിയൻ മരിച്ചതിൻ്റെ സങ്കടം എനിക്ക് തീർക്കണം. കാർ ഓടുകയാണ്. സങ്കടം തീർക്കാനല്ല, അനിയന്റെ മരണം ആഘോഷിക്കാനാ അല്ലേ? താൻ ആരാ എന്റെ ചോദ്യം ചെയ്യാൻ? വണ്ടി നിർത്തറോ? കുര്യച്ചൻ ഡോർ തുറക്കാൻ ശ്രമിച്ചു. ശിവൻകുട്ടി പെട്ടെന്ന് കാർ നിർത്തി. അയാളുടെ കയ്യിൽ പിടിച്ചു. കുര്യച്ചന്റെ കയ്യിൽ രൂപ എത്രയുണ്ട്? ശിവൻകുട്ടി ശാന്തനായി ചോദിച്ചു. കുര്യച്ചൻ പോക്കറ്റിൽ നിന്ന് നോട്ടുകൾ എടുത്ത് ശിവൻകുട്ടിയുടെ നേരെ നീട്ടി. ശിവൻകുട്ടി നോട്ടുകൾ എണ്ണി നോക്കിയിട്ട് അത് കുര്യച്ചന്റെ പോക്കറ്റിൽ തന്നെ ഇട്ടു. 70 രൂപ. ഇതുകൊണ്ട് എന്താകാനാ? എൻ്റെ കൂട്ടുകാര് എത്ര കാശ് വേണേലും മുടക്കും. ഞാൻ വാങ്ങി തന്നാലോ? ഞാൻ കുടിക്കും. കുര്യച്ചൻ സന്തോഷത്തോടെ ചിരിച്ചു. എത്ര കുടിക്കും? ഓ, ഒരക്കുപ്പി ഉണ്ടേ എന്ന് കുശാലായി. അരക്കുപ്പി പോരാ, ഒരു കുപ്പി. എന്താ? ചേ, അത് കളാ. 2 ഫുള്ളായാലും കുര്യച്ചന് പ്രശ്നമല്ല. ബ്രാൻഡിയോ റമ്മോ? റമ്മ് മതി. കുടിച്ചാൽ ഉടനെ അറിയണം. എന്നാ അടങ്ങിയിരുന്നു. കുര്യച്ചന് കൊതി തീരെ എന്ന് കുടിക്കാം, എൻ്റെ ചെലവിൽ. കാർ ഒരു ബാർ ഹോട്ടലിലേക്കാണ് പോയത്. വളരെ സമയത്തിന് ശേഷം ഹോട്ടൽ ജീവനക്കാരുടെ സഹായത്തോടെ ശിവൻകുട്ടി കുര്യച്ചനെ ഹോട്ടലിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നു. അയാൾ അബോധാവസ്ഥയിലായിരുന്നു. ശിവൻകുട്ടി കാറുമായി വീണ്ടും നീങ്ങി. ഗ്രാമാന്തരീക്ഷം നിറഞ്ഞ പ്രദേശത്തുകൂടി കാർ ഓടി. ശാന്തിതീരം എന്ന ബോർഡ് എഴുതി വെച്ച ഗേറ്റിനു മുമ്പിൽ കാർ നിന്നു. കുര്യച്ചൻ ബോധമില്ലാതെ കാറിന്റെ പിൻസീറ്റിൽ കിടക്കുകയാണ്. ശിവൻകുട്ടി കാറിൽ നിന്നിറങ്ങി പോക്കറ്റിൽ നിന്നെടുത്ത കാർഡ് സെക്യൂരിറ്റി ഗാർഡിനെ കാണിച്ചു. ഉടനെ ഗേറ്റ് തുറന്നു. ശാന്തിതീരം എന്ന സ്ഥാപനത്തിന്റെ മതിൽക്കെട്ടിനുള്ളിലേക്ക് ശിവൻകുട്ടി കാറുമായി പോയി. ലീന ആനിയമ്മയും മക്കളെയും കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ റോഡിൽ 2 വാഹനങ്ങളുമില്ല. ജോണങ്കിൾ മാത്രം കാത്തു നിൽപ്പുണ്ട്. വണ്ടി ഉടനെ വരും, ജോണങ്കിൾ പറഞ്ഞു. ജെറിയും മമ്മിയും പോയോ? അവർ വാനിൽ പോയി. വാൻ ഉടനെ തിരിച്ചു വരും. ജോണങ്കിൾ ആനിയമ്മയെ നോക്കി. ഭർത്തൃ സഹോദരന്റെ വേർപാട് സൃഷ്ടിച്ച ദുഃഖം ആനിയമ്മയിൽ പ്രകടമായിരുന്നു. ആനിയമ്മേ, കുര്യച്ചൻ കുറച്ച് ദിവസത്തേക്ക് വീട്ടിൽ വരില്ല, ജോണങ്കിൾ പറഞ്ഞു. ആനിയമ്മയും ഏനയും ഉത്കണ്ഠയോടെ ജോണങ്കിളിനെ നോക്കി. അയാളെ മാറ്റിയെടുക്കാൻ ഒന്ന് ശ്രമിക്കട്ടെ. ഈ നിലയിൽ കുര്യച്ചനെ ഇനി വിടാനാവില്ല. അയാളുടെ മദ്യപാനം രോഗാവസ്ഥയിലെത്തിയിരിക്കുന്നു. ആ രോഗം മാറ്റണം. പ്രാർത്ഥിക്കുക. അയാൾ വീട്ടിൽ തിരിച്ചെത്തിയാൽ സ്നേഹം മാത്രം കൊടുക്കുക, ജോണങ്കിൾ ഉപദേശിച്ചു. വത്സമ്മയെയും ജെറിയെയും മാർക്കോച്ചനെയും തോപ്പിലെ വീട്ടിലെത്തിച്ചിട്ട് തങ്കച്ചൻ മാരുതി വാനുമായി തിരിച്ചെത്തി. ജോണങ്കിൾ വാനിലാണ് യാത്രയായതെങ്കിലും ലീനയുടെ വീട്ടിലേക്ക് പോയില്ല. അയാൾ ടൗണിലിറങ്ങി. അന്ന് വൈകുന്നേരം അപരിചിതനായ ഒരു പുരുഷനും സ്ത്രീയും ഡാനിയുടെ വീട് അന്വേഷിച്ചെത്തി. അവർ കാറിലാണ് വന്നത്. കാർ ഓടിച്ചത് സ്ത്രീയാണ്. ആഗതർ ആരാണെന്നറിയാതെ ആനിയമ്മയും ലീനയും നിന്നു. ഡാനിയുടെ വീടല്ലേ? കാറിൽ നിന്നിറങ്ങിയ പുരുഷൻ ചോദിച്ചു. അതെ, ലീനയാണ് മറുപടി പറഞ്ഞത്. കല്ലുപുര എന്നല്ലേ വീട്ടുപേര്? അതെ, അകത്തിരിക്കാം. അവർ വീട്ടിലേക്ക് കയറി. വീട്ടിലാകെ അവരുടെ കണ്ണുകൾ പരതി നടന്നു. മനസ്സിലായില്ല. ആകാംക്ഷ അടക്കുവാൻ ലീനയ്ക്ക് കഴിയുന്നില്ല. ഞങ്ങൾ കുറെ ദൂരെ നിന്നാണ്, സ്ത്രീ ലീനയെ സൂക്ഷിച്ചു നോക്കുന്നതിനിടയിൽ പറഞ്ഞു. രാവിലെ പത്രം കണ്ടപ്പോഴാ ഡാനിയുടെ മരണവാർത്ത അറിഞ്ഞത്.
വേറെ ചില അത്യാവശ്യ കാര്യങ്ങളുണ്ടായതുകൊണ്ട് വരാൻ ഇത്രയും താമസിച്ചു. കുട്ടിയുടെ പേരെന്താ? ലീന. ഡാനിയുടെ ആരാ? ഇളയ സഹോദരിയാ. ഡാനിയുമായി എങ്ങനെയാ പരിചയം? അത് സ്ത്രീ ഭർത്താവിനെ ഒന്ന് നോക്കിയിട്ട് നിർത്തി. എല്ലാം പിന്നെ വിശദമാക്കാം. എൻ്റെ പേര് വിൻസെന്റ്. ഇത് എൻ്റെ ഭാര്യ ഷീല. സത്യം പറയാമല്ലോ, ഈ കുടുംബവുമായുള്ള ഒരടുപ്പത്തെക്കുറിച്ച് സംശയിച്ച് മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ആനിയമ്മയും ലീനയ്ക്കും കൂടുതൽ ഉത്കണ്ഠയായി. കസേരയിലിരുന്ന ഷീല എഴുന്നേറ്റ് ലീനയുടെ അടുത്തെത്തി. വീണ്ടും അവളുടെ കണ്ണുകളിൽ നോക്കി. ലീനയ്ക്ക് ചേട്ടനായി ഡാനി മാത്രമേ ഉള്ളൂ? ഷീല ചോദിച്ചു. ഒരു ചേട്ടൻ കൂടിയുണ്ട്. ചേട്ടന്റെ ഭാര്യ ഏത്? ആനിയമ്മ. അപ്പനും അമ്മയും രണ്ടുപേരും ഇല്ല. ചേട്ടൻ ഇവിടെ ഇല്ലേ? ഇല്ല. എന്താ ചേട്ടന്റെ പേര്? കുര്യച്ചൻ. കുര്യച്ചൻ? ആ പേര് മന്ത്രിച്ചിട്ട് ഷീല ഭർത്താവിനെ നോക്കി. വിൻസെന്റ് മുറ്റത്തേക്ക് ഇറങ്ങി. ഷീല, ഒന്ന് ഇങ്ങോട്ട് വന്നേ, അയാൾ വിളിച്ചു. ഷീല അങ്ങോട്ട് ചെന്നു. അവർ രഹസ്യം പറയുന്നത് കണ്ടപ്പോൾ ലീനയ്ക്കും ആനിയമ്മയ്ക്കും ആദിയേറി. ഷീല വീണ്ടും അകത്തേക്ക് വന്നു. ക്ഷമിക്കണം, ചില സംശയങ്ങൾ തീർക്കാനാണ്. ഷീല തുടർന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ നാട്ടുകാർ തന്നെയാണോ? ആനിയമ്മയും ലീനയും പരസ്പരം നോക്കി. അത് കുര്യച്ചൻ വന്നാലേ വിശദമായിട്ട് പറയാൻ നോക്കൂ. ആനിയമ്മയാണ് മറുപടി പറഞ്ഞത്. കുര്യച്ചൻ തീരെ ചെറുപ്പമായിരുന്നപ്പോൾ ഈ നാട്ടിലേക്ക് വന്നതാണെന്നാ പറഞ്ഞിട്ടുള്ളത്. തീരെ ചെറുപ്പമെന്ന് പറഞ്ഞാൽ തിരിച്ചറിവാകുന്നതിന് മുമ്പ്. കുര്യച്ചനിപ്പോ എന്തു പ്രായം ഉണ്ടാകും? 30 വയസ്സ്. ഷീല നിശബ്ദയായി കണക്ക് കൂട്ടിയിട്ട് വിൻസെന്റിന്റെ അടുത്തേക്ക് ചെന്നു. വീണ്ടും അവർ അടക്കം പറഞ്ഞു. ലീന, മോൾ ഇങ്ങോട്ട് ഒന്ന് വന്നേ, ഷീല വിളിച്ചു. ലീന അവരുടെ അടുത്തെത്തി. ലീന ഇപ്പോ എന്തെടുക്കുന്നു? ഡിഗ്രി കഴിഞ്ഞ് ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോ ജോലിയില്ല. അതെന്താ? ഡാനിയെ ശുശ്രൂഷിച്ച് കഴിയുകയായിരുന്നു. ഡാനിക്ക് എന്തായിരുന്നു അസുഖം? അപ്പോ അതൊന്നും അറിയില്ലേ? ഡാനി ആരാണെന്നറിയാതെ? പിന്നെ ഡാനിയുടെ മരണവാർത്ത പത്രത്തിൽ വായിച്ചു വന്നതാണെന്ന് പറഞ്ഞതോ? ഡാനിയുമായി ഒരു പരിചയവുമില്ല അല്ലേ? അത് ഷീല കുഴങ്ങി. പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് ഷീല ചോദിച്ചു. ലീനയുടെ അമ്മ ഊമയായിരുന്നോ? അതെ. അമ്മയെ അറിയാമോ? ലീനയ്ക്ക് അമ്പരപ്പായി. വാ ഷീലെ, നമുക്ക് പിന്നെ വരാം. വിൻസെന്റ് പെട്ടെന്ന് വഴിയിലേക്ക് ഇറങ്ങി. ഷീലയും നടക്കാനൊരുങ്ങിയപ്പോൾ ലീന ചോദിച്ചു. ഇതെന്താ ഇങ്ങനെ? ആരാണെങ്കിലും ഞങ്ങളോടൊന്ന് പറഞ്ഞുകൂടെ? ഡാനിയോട് വൈരാഗ്യം തീർക്കാനാണെങ്കിൽ തൃപ്തിയായിട്ട് പോവാം. വേണ്ടുവോളം അനുഭവിച്ചിട്ടാണ് ഡാനി മരിച്ചത്. മോളെ, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുതേ. ഒന്ന് ചോദിക്കാൻ മറന്നു. അമ്മയുടെ പേരെന്താ? അച്ചാമ്മ. അച്ചാമ്മ, കുര്യച്ചൻ, ഡാനി. ഷീല മന്ത്രിച്ചു. അവർ പതിയെ നടന്നു. കാറിൽ കയറി. ലീന വീണ്ടും എന്തൊക്കെയോ ചോദിക്കാൻ ഓടിച്ചെന്നപ്പോൾ കാർ പൊടി പറത്തി അകന്നു. മനോഹരമായ പ്രഭാതം. രാത്രിയിൽ കുമളിയിൽ വിശ്രമിച്ചതിന് ശേഷമാണ് ജോണങ്കിളും ഓനച്ചനും കറിയാക്കുട്ടിയും തമിഴ്നാട്ടിലെ കമ്പം എന്ന സ്ഥലത്തേക്കുള്ള യാത്ര തുടർന്നത്. വെളുപ്പിന് 4 മണിക്കായിരുന്നു കുമളിയിൽ നിന്നുള്ള യാത്ര. ഓനച്ചനും കറിയാക്കുട്ടിക്കും പരിചിതമായ റോഡ്. എത്രയോ വട്ടം ഈ വഴികളിലൂടെ യാത്ര ചെയ്തിരിക്കുന്നു. കമ്പത്തു നിന്നുള്ള കാളക്കൂട്ടങ്ങൾ അവരെ കടന്നുപോയപ്പോൾ ഓനച്ചനും കറിയാക്കുട്ടിയും ആഹ്ലാദ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. അത് കേട്ട് ജോണങ്കിൾ ചിരിച്ചു. കറിയാക്കുട്ടി, ഇന്നലെ ചന്തയായിരുന്നല്ലോ. ഞാൻ ഇപ്പോഴാ അതോർത്തത്, ഓനച്ചൻ പറഞ്ഞു. എന്താ, കാളച്ചന്തയിലൊന്ന് ചുറ്റിയടിക്കണോ? ജോണങ്കിൾ ചോദിച്ചു. ചന്തയ്ക്കിറങ്ങിയാ ഞങ്ങൾ 10 കാശുണ്ടാക്കും. ദല്ലാൽ പണിയിൽ ഞങ്ങൾ മിടുക്കന്മാരാ. പക്ഷെങ്കില് ചന്ത കഴിഞ്ഞ് ഇനി കാര്യമില്ല, കറിയാക്കുട്ടി പറഞ്ഞു. ചന്തയിൽ കാള ബ്രോക്കർമാരായി നടന്ന കാലത്തെ കമ്പത്ത് കുറെ സ്ഥലം വാങ്ങാമായിരുന്നില്ലേ? ഇപ്പോ ജന്മിമാരായി സുഖിക്കാമായിരുന്നു. മലയാളികൾ തമിഴ്നാട്ടിൽ കർഷക രാജാക്കന്മാരായി വാഴുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ജോണികൾ കാർ ഓടിക്കുന്നതിനിടയിൽ സംസാരം തുടർന്നു. ഞങ്ങൾക്ക് അറിയാം. ആദ്യം ഞങ്ങൾ കാണുമ്പോൾ മരുഭൂമി പോലെ കിടന്ന സ്ഥലത്തൊക്കെ ഇപ്പൊ ഒന്നാന്തരം കൃഷിയാ. കമ്പത്തെ തെങ്ങുകൾ കണ്ടാൽ കൊതിക്കും. അങ്ങനെ ഒരു സ്ഥലത്തേക്കാ നമ്മൾ പോകുന്നത്. മധുരയിലേക്ക് പോകുന്ന വഴിവിട്ട് കാർ വീതി കുറഞ്ഞ ടാർ റോഡിലേക്ക് കടന്നു. റോഡിന് ഇരുവശവും കൃഷിഭൂമിയാണ്. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങൾ. ടാർ റോഡിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന ചെമ്മൺ പാതയ്ക്കടുത്തെത്തിയപ്പോൾ ജോണുകൾ കാർ നിർത്തി. വായിക്കാനറിയാമോ? ജോണുകൾ ചെറുചിരിയോടെ ഓനച്ചന്റെയും കറിയാക്കുട്ടിയുടെയും മുഖങ്ങളിൽ മാറി മാറി നോക്കിയിട്ട് ചോദിച്ചു. അങ്കിൾ കളിയാക്കാതെ, മലയാളം കൂട്ടി വായിക്കാനൊക്കെ ഞങ്ങൾക്കറിയാം, ഓനച്ചൻ പറഞ്ഞു. എങ്കിൽ ആ ബോർഡിൽ എഴുതിയത് വായിക്ക്. വഴിയരികിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. കറുപ്പിൽ തെളിയുന്ന വെളുത്ത അക്ഷരങ്ങളിൽ ഓനച്ചനും കറിയാക്കുട്ടിയും നോക്കി. ഇംഗ്ലീഷിലും തമിഴിലും മലയാളത്തിലും ബോർഡിൽ എഴുത്തുണ്ട്. മലയാളം കറിയാക്കുട്ടി ഉറക്കെ വായിച്ചു. സ്നേഹാരാമം. അതെ, സ്നേഹാരാമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ജോണുകൾ വീണ്ടും കാർ സ്റ്റാർട്ടാക്കി.
ആരാമം എന്ന് പറഞ്ഞ പൂന്തോട്ടം അല്ലേ അങ്കിൾ? ഓനച്ചൻ ചോദിച്ചു. അതെ, ഇത് വെറും പൂന്തോട്ടമല്ല, സ്നേഹത്തിന്റെ പൂന്തോട്ടം. ജോൺ അങ്കിൾ പറഞ്ഞതിനെ പറ്റി കൂടുതൽ ചിന്തിക്കാൻ കഴിവില്ലാത്ത ഓനച്ചൻ കറിയക്കുട്ടിയെ നോക്കി. അതിവിശാലമായ പച്ചക്കറിത്തോട്ടത്തിനിടയിലൂടെയുള്ള വഴിയിലൂടെ പൊടി പറത്തി കാർ നീങ്ങി. പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ അരിച്ചിറങ്ങുന്നതേയുള്ളൂ. അങ്കിളെ, ഈ തോട്ടമെല്ലാം ആരുടേതാ? കറിയക്കുട്ടി അന്വേഷിച്ചു. നമ്മുടേത്. അങ്കിളിൻ്റേതോ? നമ്മുടേതെന്ന് പറഞ്ഞാൽ എൻ്റേതാണെന്നാണോ അർത്ഥം? എന്നെപ്പോലെ പലരുടേതുമാണ് ഈ കൃഷിസ്ഥലങ്ങൾ. സ്നേഹാരാമം ഒരൊറ്റ വ്യക്തിക്ക് അവകാശപ്പെട്ടതല്ല. ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളും ഇതിന്റെ ഉടമകളായി മാറും. ഇങ്ങനെ എപ്പോഴും അർത്ഥം വെച്ച് സംസാരിക്കൂ. ഓനച്ചന് പരിഭവം. നിങ്ങളെ സ്നേഹാരാമത്തിലെ അംഗങ്ങളായി സ്വീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങളും ഇതിന് അവകാശികളായി മാറുമെന്ന് പറഞ്ഞത്. എല്ലാം കണ്ടും കേട്ടും ക്രമേണ മനസ്സിലാവും. ഒരു വലിയ ഷെഡിന് മുന്നിൽ കാർ നിന്നു. ഒരു യുവാവ് ഓടിയെത്തി. രവി, സുഖമല്ലേ? കാറിൽ നിന്നിറങ്ങിയ ജോൺ അങ്കിൾ ചോദിച്ചു. അതെ അങ്കിൾ. യാത്ര എങ്ങനെയായിരുന്നു? രാത്രിയിലും വണ്ടി ഓടിച്ചോ? കുമളിയിൽ തങ്ങിയിട്ട് വെളുപ്പിന് പോന്നതാ. ജോൺ അങ്കിൾ കാറിന്റെ ഡിക്കി തുറന്നു. ഓനച്ചനും കറിയാക്കുട്ടിയും കാറിൽ നിന്നിറങ്ങി പരിസരം മുഴുവൻ ശ്രദ്ധിച്ചു. ജോൺ അങ്കിൾ കാറിന്റെ ഡിക്കിക്കുള്ളിൽ നിന്ന് സൂട്ട് കേസ് എടുത്തത് കണ്ട് ഓനാച്ചനും കറിയാക്കുട്ടിയും അവരുടെ ബാഗുകൾ എടുത്തു. കൃഷിഭൂമിക്ക് നടുവിലാണ് ആ ഷെഡ്. അകലെ നിരനിരയായി കൊച്ചു വീടുകൾ കണ്ടു. ഷെഡ് 3 മുറികളായി തിരിച്ചിട്ടുണ്ട്. രവി 2 മുറികൾ തുറന്നു. അതാ, ആ മുറി നിങ്ങൾക്കുള്ളതാണ്. ജോൺ അങ്കിൾ ചൂണ്ടിക്കാണിച്ചു. ബാഗ് അതിനുള്ളിൽ വെച്ചോളൂ. ജോൺ അങ്കിൾ അടുത്ത മുറിയിലേക്ക് പോയി. ഇവിടുത്തെ ജോലിക്കാരനാണോ? ഓനച്ചൻ രവിയോട് ചോദിച്ചു. അല്ല, ഉടമസ്ഥരിൽ ഒരാൾ. നേരോ? കറിയക്കുട്ടിക്ക് അതിശയം. ഈ കാണുന്നതിൻ്റെയൊക്കെ ഉടമസ്ഥരിൽ ഒരാളാണോ? അതെ, നിങ്ങളെപ്പോലെ തന്നെ. രവി ചിരിയോടെ നടന്നുപോയി. ഓനച്ചനും കറിയക്കുട്ടിയും അമ്പരപ്പോടെ മുറിയിൽ കയറി. 2 കിടക്കുകളുള്ള മുറിക്കുള്ളിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇതൊരു ഊരാക്കുടുക്കാണെന്നാ എൻ്റെ അഭിപ്രായം, ഓനച്ചൻ കിടക്കയിൽ ഇരുന്നിട്ട് പറഞ്ഞു. വരുന്നിടത്ത് വെച്ച് കാണാൻ ചേട്ടാ. അങ്ങേര് കാര്യമൊന്നും തെളിച്ച് പറയത്തില്ല. അതാണ് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്. പറഞ്ഞത് ഞാൻ കേട്ടു. പുറത്തു നിന്നുള്ള ശബ്ദം കേട്ട് ഓനച്ചനും കറിയാക്കുട്ടിയും നോക്കിയപ്പോൾ ജോണങ്കിൾ പുഞ്ചിരിയോടെ നിൽക്കുന്നു. ലുങ്കിയും ഷർട്ടുമായിരുന്നു ജോണങ്കിളിന്റെ അപ്പോഴത്തെ വേഷം. ഓനച്ചനും കറിയാക്കുട്ടിയും എളിഭ്യരായി. അവർ എഴുന്നേറ്റ് നിന്നു. ഞാനൊന്ന് ചുറ്റിയടിച്ചിട്ട് വരാം. ആ നേരം കൊണ്ട് നിങ്ങളിതൊന്ന് വായിക്ക്. ജോണങ്കിൾ ഒരു ഡയറി നീട്ടിയിട്ട് തുടർന്നു. ഇവിടെ കുറേ പേർ താമസിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൃഷിത്തോട്ടത്തിന്റെ ഉടമസ്ഥർ. അവരെ പറ്റിയുള്ള വിവരങ്ങൾ ഈ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അവരിൽ 2 പേരായി നിങ്ങൾ മാറിയ സ്ഥിതിക്ക് ഇതിനുള്ളിൽ എഴുതിയത് വായിച്ചറിയണം. കണ്ണാടിയില്ലാതെ, ഓനച്ചൻ പറഞ്ഞു നിർത്തി. കണ്ണാടിയില്ലാതെ ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ പ്രയാസമാ അല്ലേ? ശരി, ഞാൻ രവിയെ പറഞ്ഞു വിടാം. രവി വായിച്ചു കേൾപ്പിക്കും. ഡയറി ഇവിടെ വെച്ചേക്കൂ. കറിയാക്കുട്ടി ഡയറി വാങ്ങി. ജോണങ്കിൾ പിന്നെ അവിടെ നിന്നില്ല. കറിയാക്കുട്ടി ഡയറിയുടെ താളുകൾ മറിച്ചു. വായിക്കാമോടാ? ഓനച്ചൻ ചോദിച്ചു. വായിക്കാൻ ആൾ വരുമല്ലോ, പിന്നെന്തിനാ ബുദ്ധിമുട്ടുന്നത്? കറിയാക്കുട്ടി ഡയറി മുറിയിലുള്ള മേശപ്പുറത്ത് വെച്ചു. അല്പം കഴിഞ്ഞ് രവി ഒരു ഫ്ലാസ്കും 2 ഗ്ലാസുകളുമായി വന്നു. അയാൾ മേശപ്പുറത്ത് ഗ്ലാസുകൾ വെച്ചിട്ട് ഫ്ലാസ്കിൽ നിന്നും ചായ പകർന്നു. ഓനാച്ചനും കറിയാക്കുട്ടിയും അയാളെ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു. ചായ കുടിക്കാൻ. രവി കസേരയിൽ ഇരുന്നിട്ട് ഡയറി എടുത്തു. ഓനച്ചനും കറിയാക്കുട്ടിയും ചായ കുടിച്ചു. ഇവിടെ പലരും ഉണ്ടെന്ന് പറഞ്ഞു. അവരൊക്കെ എവിടെയാ? കറിയാക്കുട്ടി ചോദിച്ചു. നോക്കൂ. രവി അകലേക്ക് വിരൽ ചൂണ്ടി. ആ വീടുകൾ കണ്ടില്ലേ? സ്നേഹാരാമത്തിന്റെ ഉടമസ്ഥരുടെ പാർപ്പിടങ്ങളാണ് അവയൊക്കെ. നിങ്ങൾക്കും അവിടെ ഒരു വീട് നീക്കി വെച്ചിട്ടുണ്ട്. ഭാര്യയും കുട്ടികളും ഇല്ലാതെ ആദ്യം ആ വീടുകളിൽ ഒന്നിൽ താമസം തുടങ്ങുന്നത് നിങ്ങളായിരിക്കും. ഞങ്ങളെപ്പറ്റി എങ്ങനെ അറിഞ്ഞു? ജോണകൾ പറഞ്ഞു. ജോണകൾ ഇവിടെ വന്നതല്ലേ ഉള്ളൂ. എല്ലാം പറയാൻ നേരമായില്ലല്ലോ. ഞങ്ങൾ ഫോണിൽ കൂടി സംസാരിച്ചു. സ്നേഹാരാമത്തിന്റെ സെക്രട്ടറി ഞാനാണ്. എന്നെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആലുവാക്കാരൻ വടിവാൾ രവി എന്നൊരാളെ അറിയില്ലേ? കേട്ടിട്ടുണ്ട്. അയാൾ. ഓനച്ചന്റെ കണ്ണുകൾ തുറച്ചു. ഈ ഞാനാണ് വടിവാൾ രവി. ഇപ്പോ വടിവാൾ എടുക്കില്ല. വെട്ടുകത്തിയും തൂമ്പായും മൺവെട്ടിയും കോടാലിയും ഒക്കെ എടുക്കും കൃഷി ആവശ്യത്തിന്. രവി ചിരിച്ചു. ഇവിടെ എങ്ങനെ വന്നു? ഒടുവിൽ വിധിയായ കേസിൽ ജീവപര്യന്തമായിരുന്നു ശിക്ഷ. പരോളിൽ ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ ജോണകൾ വീട് തേടി പിടിച്ചെത്തി. വീട്ടിലെ സ്ഥിതി ആകെ ദയനീയമായിരുന്നു. ഭാര്യയും 3 കുട്ടികളും പട്ടിണി കൊണ്ട് നരകിച്ചു. എന്നോടുള്ള വെറുപ്പ് കൊണ്ട് ആരും അവരെ സഹായിച്ചില്ല. എല്ലാം മനസ്സിലാക്കിയ ജോണകൾ എൻ്റെ കുടുംബത്തിന്റെ രക്ഷകനായി.
കൂടെ കൂടെ ഉപദേശങ്ങൾ തന്നു. വായിക്കാൻ നല്ല പുസ്തകങ്ങൾ തന്നു. ശിക്ഷ തീരുമ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ സ്നേഹാരാമം പച്ചപിടിച്ച് തുടങ്ങിയിരുന്നു. എന്നെപ്പോലെ പലരിൽ ഒരാളായി ഞാൻ ഇവിടെ എത്തി. ഇവിടെ ആരും ശമ്പളക്കാരല്ല, ആരും ആരുടെയും ആശ്രിതരോ യജമാനന്മാരോ അല്ല. എല്ലാവരും ഉടമകൾ. കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നുള്ള ലാഭം തുല്യമായി വീതിക്കും. ഇവിടെയുള്ളവരെല്ലാം ജോണകൾ തെറ്റുകളുടെ ലോകത്തിൽ നിന്ന് മാനസാന്തരപ്പെടുത്തി കൊണ്ടുവന്നതാണ്. കുറ്റവാളികളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ തയ്യാറാകാത്ത സമൂഹത്തിൽ ഇങ്ങനൊരു മനുഷ്യനുണ്ടായി. കുറ്റവാളികൾ ജയിൽ വിട്ട് വന്നാൽ അവരെ സമൂഹം ഒറ്റപ്പെടുത്തുന്നു. ജോണകൾ അത് മനസ്സിലാക്കി. കേട്ടാൽ ഞെട്ടിത്തെറിക്കുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്തവരും ഇന്നിവിടെ അധ്വാനിച്ച സ്നേഹം പങ്കിട്ട് ജീവിക്കുന്നു. പല കുടുംബങ്ങൾ, പക്ഷേ ഒരൊറ്റ കുടുംബം. ഞങ്ങൾക്കും ഇവിടെ നിന്ന് പോകാനാവില്ലേ? കറിയാക്കുട്ടി ചോദിച്ചു. 2 ആഴ്ച സുഖമായി വിശ്രമിക്കുക. എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. നല്ലത് പറഞ്ഞു തരാൻ ആളുകൾ വരും. കുടിക്കാൻ മദ്യം വേണമെങ്കിൽ അതും ചോദിച്ചു വാങ്ങാം. ഇവിടം വിട്ടു പോകാൻ തോന്നിയാൽ പോകാം. പക്ഷെ നിങ്ങൾ പോകില്ല, തീർച്ച. 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് മദ്യം അത്യാവശ്യ വസ്തു അല്ലാതായി മാറും. സ്നേഹാരാമത്തിന്റെ അന്തരീക്ഷം അങ്ങനെയാണ്. രവി ഡയറി തുറന്നു. ഞാൻ വായിക്കാം. ആദ്യം എന്നെപ്പറ്റിയുള്ള കുറിപ്പാണ്. രവിയുടെ കണ്ണുകൾ ഓനച്ചന്റെയും കറിയാക്കുട്ടിയുടെയും ഭാവമാറ്റങ്ങൾ തെല്ലുനേരം ശ്രദ്ധിച്ചു. വീണ്ടും കണ്ണുകൾ ഡയറിയിലെ അക്ഷരങ്ങളിലായി. വടിവാൾ രവി, ആലുവ സ്വദേശി, വാടക കൊണ്ടയായിരുന്നു. കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചിരുന്നപ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി കൂലിത്തല്ലിന് പോയി. സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നുവെങ്കിലും അഴുക്കുചാലിൽ പതിച്ചു. ദരിദ്ര കുടുംബത്തിലെ അംഗം. 23-ാമത്തെ വയസ്സിൽ ചേരിയിൽ നിന്ന് ഒരു 18-കാരിയെ ജീവിത പങ്കാളിയാക്കി. വടിവാൾ രവി എന്ന് കേട്ടാൽ ജനങ്ങൾ പേടിച്ചു വിറയ്ക്കുമായിരുന്നു. 17ഓളം കേസുകളിൽ പ്രതിയായി. ഒടുവിൽ ഒരു കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു. സ്ക്രൂ ഡ്രൈവർ സണ്ണി, കുപ്രസിദ്ധ മോഷ്ടാവ്. പോലീസിന്റെ കണക്കിൽ സണ്ണി 120ഓളം മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. എത്ര വട്ടം ജയിൽ ശിക്ഷ അനുഭവിച്ചു എന്ന് സണ്ണിക്ക് തന്നെ അറിയില്ല. സ്ക്രൂ ഡ്രൈവർ ആയിരുന്നു സണ്ണിയുടെ പ്രധാന ആയുധം. മോഷണ ശ്രമത്തിനിടയിൽ തന്റെ ആയുധം കൊണ്ട് പലരെയും കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ട്. രവി ഡയറിയിൽ നിന്ന് കണ്ണുകളെടുത്ത് ഓനച്ചനെയും കറിയാക്കുട്ടിയെയും നോക്കി. എങ്ങനെയുണ്ട്? അയാൾ ചോദിച്ചു. ഇതുപോലെയുള്ളവർ ഇവിടെ എത്തിയിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ലേ? ഓനച്ചൻ വിസ്മയത്തോടെ ചോദിച്ചു. ഇല്ല, അതാണ് സ്നേഹത്തിന്റെ ശക്തി. ഇനിയും വായിക്കാം. രവി വീണ്ടും വായിച്ചു തുടങ്ങി. സാൻഡോ ജേക്കബ്, ക്രൂരതയുടെ പര്യായമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട അധോലോക നായകൻ. നിർത്ത്, ആ പേര് ഒന്നുകൂടി പറഞ്ഞേ. ഓനച്ചൻ ചാടി എഴുന്നേറ്റു. സാൻഡോ ജേക്കബ്, എന്താ അറിയാമോ? സാൻഡോ ജേക്കബ്. ഓനച്ചൻ കൈകൾ കൂട്ടി തിരുമ്മി. കറിയാക്കുട്ടി, പേര് കേട്ടില്ലടാ, സാൻഡോ ജേക്കബ്. ഓനച്ചൻ കൂട്ടിലിട്ട വെരുകിനെ പോലെ മുറിയിൽ ചുറ്റിത്തിരിഞ്ഞു. അയാൾ എവിടെയുണ്ടോ? കറിയാക്കുട്ടിയും ചാടി എഴുന്നേറ്റു. അവരിലുണ്ടായ മാറ്റം രവിയെ അമ്പരപ്പിച്ചു. എന്താ, സാൻഡോ ജേക്കബിനെ അറിയുമോ? അറിയും, നന്നായി അറിയും, ഓനച്ചൻ പറഞ്ഞു. എന്തായാലും ഡയറി ഉള്ളത് കേക്ക്. ഇനിയും കുറെ പേരുടെ വിവരങ്ങൾ വായിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഓരോരുത്തരെയായി നേരിൽ കണ്ട് പരിചയപ്പെടാം. മതി വായിച്ചത്. ഓനച്ചൻ ഗൗരവത്തിലായി. ഞങ്ങൾക്ക് ജോണങ്കിളിനെ കാണണം, ഇപ്പൊ തന്നെ. ഞങ്ങളുടെ പെങ്ങളെ വിധവയാക്കിയ സാൻഡോ ജേക്കബ് ഇവിടെ ഉണ്ടെങ്കിൽ. എവിടെ ജോണങ്കിൾ? ജോണങ്കിളിന് ഞങ്ങൾ വഴി പറഞ്ഞു കൊടുക്കാം. ഇരുമ്പുകൾ സഹോദരന്മാരെ വിറപ്പിക്കാൻ ഞങ്ങൾ വഴി പറഞ്ഞു കൊടുക്കാം. ഓനച്ചൻ മുറിയിൽ നിന്ന് ചാടിയിറങ്ങി. പിന്നാലെ കറിയാക്കുട്ടിയും. പ്രകാശം വറ്റിയ കണ്ണുകൾ കൊണ്ട് കിടപ്പുമുറിയിലെ ഇരുട്ടിൽ തുറിച്ചു നോക്കി കിടന്നപ്പോൾ മുറിയിലാകെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന അനുഭവമായിരുന്നു ഇറ്റിയവരയ്ക്ക്. അയാൾക്ക് സമയബോധമില്ലാതെ ആയിരിക്കുന്നു. അപ്പോൾ പകലാണെന്ന് അയാൾക്ക് അറിയില്ല. തൻ്റെ കാൽക്കൽ ആരോ ഇരിപ്പുണ്ട്. ആ രൂപത്തിൽ നിന്നാണ് പ്രകാശം പ്രസരിക്കുന്നത്. കുഞ്ഞുനാളിൽ അമ്മ മാലാഖമാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ കാവൽ മാലാഖയുണ്ട്. ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്ന കാവൽ മാലാഖ. കുരുന്നു മനസ്സിൽ മാലാഖയുടെ രൂപമുണ്ടായിരുന്നു. ആ രൂപമല്ലേ കാൽക്കലിരിക്കുന്നത്? അതെ, അത് മാലാഖ തന്നെയാണ്. ഇട്ടിയവരയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. അയാളുടെ ചിരിക്ക് ശബ്ദമുണ്ടായി. പോയി, ചെകുത്താൻ പോയി. അവൻ കുറേ നാൾ ഈ മുറിയിലൊക്കെ ഉണ്ടായിരുന്നു. പല്ലിളിച്ച് പേടിപ്പിച്ച് അവൻ കുറേ നാൾ കഷ്ടപ്പെടുത്തി. മാലാഖയെ കണ്ടപ്പോൾ അവൻ പോയി. ഇട്ടിയവര ആശ്വസിച്ചു. മുറിയുടെ വാതിൽ കരകര ശബ്ദത്തോടെ തുറന്നപ്പോൾ അയാൾ ഞെട്ടി. ഇതാ, മുറിയിലിപ്പോ വെളിച്ചമില്ല, ഇരുട്ട്, മുറ്റിയിരുട്ട്. എവിടെ മാലാഖ? മാലാഖയെ കാണുന്നില്ല. വാതിൽക്കൽ ഒരു രൂപം. അത് പിശാചിൻ്റെതല്ലേ? പോ പോ, ഇങ്ങോട്ടിനി വരേണ്ട, ഇട്ടിയവര നിലവിളിച്ചു.
അയ്യയ്യോ, ചികിത്സിക്കാതെ ഈ ഭ്രാന്ത് മാറത്തില്ലെന്നാ തോന്നുന്നേ. ജനലെല്ലാം അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് പകല് നേരത്ത് പോലും എന്തൊരു ഇരുട്ടാ. ആരുടെയോ പിറുപിറുക്കൽ ഇട്ടിയവരെ കേട്ടു. അയാൾ തലയിലടിച്ചു. പെണ്ണമ്മ മുറിയിലെ ലൈറ്റിട്ടു. ഇട്ടിയവരയുടെ കണ്ണുകൾ തെരുതെരെ ചിമ്മി. ആരാ? ആരാ അത്? അയ്യയ്യോ, കെട്ടിയെടുക്കാൻ ഒരു വർത്തമാനം കേട്ടില്ലേ? 10-47 കൊല്ലമായിട്ട് കൂടെ താമസിക്കുന്നോളെ ഇനി പ്രത്യേകം പരിചയപ്പെടുത്തണം. മുതുകിളവന് മുഴുവട്ടായാൽ എന്തോന്ന് ചെയ്യാനാ? പെണ്ണമ്മ തുള്ളി. നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിന്? ഞാനിവിടെ നല്ല കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ, ഒരു കാഴ്ച. പൊട്ടക്കണ്ണുകൊണ്ട് നിങ്ങൾ എന്തോന്നാ കാണുന്നത്? ഇതുവരെ ചെയ്തത് എന്തായിരുന്നു? അയാളും നിങ്ങളെ ഉപേക്ഷിച്ചു കാണും. ഇട്ടിയവന ഒന്നും മിണ്ടിയില്ല. കോഴിയും കരിമീനും പൊരിച്ചതിന്റെ മണം ഇങ്ങ് എത്തിയില്ലേ? ഇന്നെന്താ വിശപ്പും ദാഹമൊന്നും ഇല്ലേ? പെണ്ണമ്മ ഇട്ടിയവരോട് ചേർന്ന് കട്ടിലിൽ ഇരുന്നു. നിനക്കെന്താ ഇന്ന് പതിവിലും കൂടുതൽ ഒരു സ്നേഹം? അയ്യടാ, സ്നേഹിക്കാൻ പറ്റിയ ഒരാള്. പൊരിച്ച കോഴിയും മീനും കാഴ്ചയില്ലാതെ പൊളിച്ചു തിന്നാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വായിലോട്ട് എടുപ്പിക്കുമല്ലോ. കണ്ടില്ലേലും ഇറച്ചിയും മീനും ഇല്ലാതെ ചോറ് ഇറങ്ങത്തുമില്ല എന്ന് ഞാൻ നല്ല പാഠം പഠിപ്പിക്കാം. തെക്കേ പറമ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞില്ലേ, ചോറും കറി ഇന്നിവിടെ എത്തില്ല. എനിക്ക് വേണ്ട. ഇട്ടിയവരയുടെ മറുപടി പെട്ടെന്നുണ്ടായി. എന്താ പറഞ്ഞത്? തെക്കേപ്പറമ്പ് വിട്ടുതരില്ലെന്നാണോ? നിനക്ക് ഓരോന്നിനും അരുതാത്ത അർത്ഥങ്ങളല്ലേ. നീ എന്ത് വേണേലും വിചാരിച്ചോ. തെക്കേപ്പറമ്പ് ഞാൻ ഉണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിച്ചതാ. കാരണവന്മാര് എനിക്ക് തന്നേച്ച് പോയതൊക്കെ നീ നിന്റെ പേരിലോട്ട് എന്നെ കൊണ്ട് മാറ്റി എഴുതിച്ചില്ലേ. പിശാചിന്റെ തട്ടിപ്പില് ഞാൻ കുരുങ്ങിക്കിടന്ന നേരമായിരുന്നു അത്. ഇപ്പോഴോ ഞാൻ ഓ, കർത്താവിനോട് ഞാൻ എന്ത് സമാധാനം പറയും? എത്രയോ പേരുടെ രക്തം നീതിക്ക് വേണ്ടി നിലവിളിക്കുന്നു. എൻ്റെ മോൻ, എൻ്റെ മകനെ പോലും. ടോമിച്ച. ഇട്ടിയവരാ കിടക്കയിൽ കമിഴ്ന്ന് വീണ് പൊട്ടിക്കരഞ്ഞു. ഭ്രാന്താശുപത്രി കൊണ്ടിട്ട് ആരും പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല, ഓർത്തോണം. മര്യാദ പഠിപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പെണ്ണമ്മ ചാടി എഴുന്നേറ്റു. അവർ ലൈറ്റ് അണച്ചിട്ട് മുറിയിൽ നിന്നിറങ്ങി വാതിൽ വലിച്ചടച്ചു. 6 അടിയിലേറെ ഉയരവും അതിനൊത്ത വണ്ണവുമുള്ള ഒരാൾ ഗേറ്റിന് പുറത്ത് ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി. അയാളുടെ കുറ്റി തലമുടി പാതി നരച്ചതാണ്. കട്ടിയുള്ള മീശയിലും നര പടർന്നിട്ടുണ്ട്. ഷർട്ടും മുണ്ടുമാണ് വേഷം. തോളിൽ ബാഗ്. ഓട്ടോ പറഞ്ഞയച്ചിട്ട് അയാൾ ഗേറ്റിനടുത്തെത്തി. 2 കൈകളും ഇരുമ്പു ഗേറ്റിൽ ബലമായി ഊന്നിയിട്ട് മുറ്റത്തേക്ക് നോക്കി. പരിസരത്തെങ്ങും ആരെയും കണ്ടില്ല. കൂട്ടിൽ കിടന്ന അൽസേഷനും ഡോബർമാനും കുറച്ച് ചാടി. അർത്ഥവത്തായ ചിരിയോടെ അയാൾ പട്ടികളെ നോക്കി. പട്ടികളെ പ്രകോപിപ്പിക്കാൻ അയാൾ ഗേറ്റ് ശക്തിയായി കുലുക്കി. പട്ടികൾ കൂട് തകർക്കുമെന്ന് തോന്നി. നിർത്താതെയുള്ള ശക്തിയായ കുര. ബഹളം കേട്ട് പുറത്തേക്ക് വന്നത് ഗ്രേസിയാണ്. അപ്പോഴും അയാൾ ഗേറ്റ് പിടിച്ച് കുലുക്കിയാണ്. അയാളുടെ രൂപവും പ്രവൃത്തിയും കണ്ട് ഗ്രേസി ഭയന്നു. ആരാ? എന്തു വേണം? ഗ്രേസി വിളിച്ചു ചോദിച്ചു. അവളുടെ ശബ്ദം വിറച്ചു. ചേച്ചി, ഇതേ ആരോ ആരോ ഒരാൾ വന്നിരിക്കുന്നു. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഗ്രേസി അകത്തേക്ക് നോക്കി പറഞ്ഞു. പെട്ടെന്ന് കുഞ്ഞുമേരിയും വാതിൽക്കലെത്തി. ഇതൊന്ന് തുറക്കണേ, പുറത്തു നിന്ന് അയാൾ ആവശ്യപ്പെട്ടു. അവരാരും ഇവിടെ ഇല്ല, കുഞ്ഞുമേരി പറഞ്ഞു. ആരാ? നിങ്ങൾക്ക് ആരെയാ കാണേണ്ടത്? രണ്ടുപേരും ഇവിടെ ഇല്ല. രാജനും റോബിനും ഇല്ല അല്ലേ? വേണ്ട. ഇട്ടിയവരാച്ചനില്ലേ? ഇരുമുകല കൊച്ചമ്മയില്ലേ? ഗൗരവം നിറഞ്ഞ പരുക്കൻ സ്വരം കുഞ്ഞുമേരിയെയും ഗ്രേസിയെയും കൂടുതൽ ഭയപ്പെടുത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പരസ്പരം നോക്കി നിൽക്കുന്നതിനിടയിൽ അയാൾ കൈ അകത്തേക്കിട്ട് ഗേറ്റിന്റെ കുറ്റിയെടുത്തു. ഗേറ്റിന്റെ പാളികൾ രണ്ടും മലർത്തി തുറന്നു. നെഞ്ചു വിരിച്ച് അയാൾ മുറ്റത്ത് കയറി. പട്ടികൾ രണ്ടും അപ്പോഴും കുരച്ചു ചാടുകയാണ്. അയാൾ തെല്ലും ഭയപ്പെടാതെ പട്ടിക്കൂടിനരികിലെത്തി. നിർത്തട! പരിസരം കിടക്കുന്ന ശബ്ദം. ഒരു നിമിഷം തുറന്നുവിട്ടാൽ കടിച്ചു കീറുമെന്ന ഭാവത്തിൽ ഗർജിച്ചു നിന്ന നായ്ക്കൾ നിശബ്ദരായി. കുഞ്ഞുമേരിയിലും ഗ്രേസിയിലും പേടി വളർന്നു. ഓടിച്ചെന്ന് പട്ടികളെ തുറന്നുവിട്ടാലോ എന്ന് ഗ്രേസി ആലോചിച്ചു നിന്നപ്പോഴാണ് പട്ടികളെ പോലും ഭയപ്പെടുത്തിയ ഗർജനം അയാളിൽ നിന്ന് ഉണ്ടായത്. നായ്ക്കളുടെ നിശബ്ദത നിമിഷ നേരത്തേക്ക് മാത്രമായിരുന്നു. വന്യമായി മുരണ്ടുകൊണ്ട് രണ്ടെണ്ണവും അയാളുടെ നേരെ കുതിച്ചു ചാടി കുരച്ചു. കൂടിന്റെ ഇരുമ്പഴികൾ അടിച്ചും കടിച്ചും തകർക്കാൻ ഭ്രാന്തമായി ശ്രമിച്ചു. അയാൾ ക്രൂരമായ ചിരിയോടെ ആ കാഴ്ച കണ്ടു നിന്നു. ആരാടി അവിടെ വന്നത്? പട്ടികൾ എന്തിനാ ബഹളം വെക്കുന്നേ? അകത്തു നിന്നും പെണ്ണമ്മയുടെ ചോദ്യം. പട്ടികളുടെ ശബ്ദത്തിനിടയിലും പെണ്ണമ്മയുടെ സ്വരം അയാളുടെ കാതുകൾ പിടിച്ചെടുത്തു. അയാൾ കുഞ്ഞുമേരിയുടെയും ഗ്രേസിയുടെയും അടുത്തേക്ക് നടന്നപ്പോൾ അവർ അകത്തു മറഞ്ഞു. പെണ്ണമ്മ ഗാംഭീര്യത്തോടെ വന്നപ്പോൾ അയാൾ മുറ്റത്ത് കൈകെട്ടി നിൽക്കുകയാണ്. പെണ്ണമ്മ അയാളെ അടിമുടി നോക്കി. അയാളെ അതിനു മുമ്പ് കണ്ടിട്ടില്ല. അപരിചിതർ പലരും രാജനെയും റോബിനെയും അന്വേഷിച്ചു വരാറുണ്ട്. ഇയാളെ കണ്ടാൽ തനി റൗഡിയാണെന്നറിയാം. ഇതുപോലെ എത്രയോ പേർ വരുന്നു പോകുന്നു. പെണ്ണമ്മ പതിവ് പോലെ അയാളെയും അവഗണിച്ചു. രാജനും റോബിനും ഇല്ല. എവിടെ പോയി? കൃത്യമായി പറഞ്ഞിട്ടില്ല.
പെണ്ണമ്മ തിരക്ക് അഭിനയിച്ച് അകത്തേക്ക് പോകാനായി തിരിഞ്ഞു. കൊച്ചമ്മയുണ്ടോ? ചോദ്യം മുഴങ്ങി. പെണ്ണമ്മ തിരിഞ്ഞു നിന്നു. ഏതു കൊച്ചമ്മ? ഇരുമ്പുകലെ കൊച്ചമ്മ. അത് ഞാനാണ്. അറിഞ്ഞോണ്ട് തന്നെയാ ചോദിച്ചത്. ഞാനിവിടെ കുറെ ദിവസത്തേക്ക് കുടിപ്പാർപ്പിന് വന്നതാ. അയാൾ അനുവാദം പ്രതീക്ഷിക്കാതെ വരാന്തയിലേക്ക് കയറി ചാരിക്കിടന്ന ഒരു വാതിൽ കാലുകൊണ്ട് തട്ടി തുറന്നു. അത് സ്വീകരണ മുറിയായിരുന്നു. ആ വീട്ടിൽ സർവ്വ സ്വാതന്ത്ര്യമുള്ളവനെ പോലെ അയാൾ അകത്തു കയറി സിറ്റിയിലിരുന്നു. വിഭ്രമാവസ്ഥയിൽപ്പെട്ടതുപോലെ പെണ്ണമ്മ അല്പനേരം നിന്നു. അയാൾ അവരെ ഗൗനിക്കാതെ മുറിയിലാകെ കണ്ണോടിച്ചു. പെട്ടെന്ന് മണി മുഴങ്ങി. കൂട്ടമണി. ഒരു ദിവസം രാജൻ മുറിച്ചെറിഞ്ഞ മണിക്കയർ ഇട്ടിയവര ബഹളം കൂട്ടി വീണ്ടും ഘടിപ്പിച്ചിരുന്നു. കട്ടിലിന് അഴിയിൽ ബന്ധിച്ച് കയറിൽ ഇട്ടിയവര തെരുതെരെ പിടിച്ചു വലിക്കുകയാണെന്ന ബോധ്യവുമായാണ് പെണ്ണമ്മ മരവിപ്പിൽ നിന്ന് ഉണർന്നത്. മണിയടി കേട്ടപ്പോൾ അയാൾക്ക് അമ്പരപ്പുണ്ടായി. ഇത് എവിടെ നിന്നാണ്? പള്ളിയിലും മഠത്തിലും കൊവേന്തയിലൊക്കെ കേൾക്കുന്ന മണിനാഥം. കുഞ്ഞുമേരിയും ഗ്രേസിയും അകമുറിയിൽ വീർപ്പടക്കി നിൽപ്പുണ്ടെന്ന് പെണ്ണമ്മയ്ക്ക് അറിയാം. ഇത്രയും കടുത്ത അവഹേളനം താൻ നേരിട്ടത് മരുമക്കൾ കണ്ടു നിൽക്കുന്നു എന്ന ബോധ്യവും കൂടി പെണ്ണമ്മയിലുണ്ടായപ്പോൾ അവരിൽ കോപം ഉറഞ്ഞുതുള്ളി. എടി, അത് എന്റെ കൈന്ന് പിടിച്ചു കെട്ടടി, മണിയടിക്കാൻ കണ്ട നേരം, പെണ്ണമ്മ വിളിച്ചു കൂവി. അയാൾ എഴുന്നേറ്റ് പെണ്ണമ്മയുടെ മുന്നിലെത്തി. അതാരാ മണിയടിക്കുന്നത്? ഇട്ടിയവരച്ചനാണോ? അങ്ങേര് ഈ പരുവത്തിലെത്തിയോ? അയാൾ ചോദിച്ചു. ചി, തെണ്ടി, ഇറങ്ങടാ വെളിയിൽ. പെണ്ണമ്മ മുറ്റത്തേക്ക് വിരൽ ചൂണ്ടി അലറി. കൊച്ചമ്മേ, അരുത്, അധികം തിളക്കരുത്. അയാളുടെ മുന്നറിയിപ്പ്. പെണ്ണമ്മ വീണ്ടും സ്തംഭനാവസ്ഥയിലായി. അവരിൽ പരിസരബോധമുണ്ടായത് അപ്പോഴാണ്. രാജനും റോബിനും സ്ഥലത്തില്ല. തന്റെ ഭർത്താവ് ഒന്നിനും ആവാത്ത നിലയിൽ. 3 പെണ്ണുങ്ങൾ ഇയാളോട് എതിരിട്ട് നിൽക്കുന്നത് എങ്ങനെ? ഇരുമ്പുകളെ കൊച്ചമ്മ എന്ന് അഹങ്കരിച്ചിരുന്ന താനും വാർദ്ധക്യത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. മനസ്സിന് തന്റെ ഇടം കുറഞ്ഞില്ലെങ്കിലും ശരീരത്തിന് അതിനൊത്ത ശേഷിയില്ല. അല്ലെങ്കിൽ തന്നെ ഈ മുട്ടാളൻ ഒറ്റയടി തന്നാൽ നിലം പതിക്കും. ഇയാളുടെ കയ്യിൽ ആയുധങ്ങളും ഉണ്ടാവും. ഇപ്പോൾ മണിനാഥം കേൾക്കാനില്ല. കാളമാർക്കോച്ചന്റെ മക്കൾ പറഞ്ഞിച്ചതാണോ ഇയാളെ? കാളസഹോദരന്മാർ വന്നു പോയതിൽ പിന്നെയാണ് പുതിയ പട്ടികളെ കൊണ്ടുവന്നത്. പട്ടിക്കൂട് ഗേറ്റിനടുത്ത് സ്ഥാപിച്ചതും സുരക്ഷിതത്വം കരുതിയാണ്. സംശയമുള്ള ആര് വന്നാലും പട്ടികളെ അഴിച്ചുവിടാനാണ് രാജന്റെയും റോബിന്റെയും നിർദ്ദേശം. പെണ്ടമ്മ ആലോചിച്ചു നിൽക്കുമ്പോൾ അയാൾ അലക്ഷ്യഭാവത്തിൽ വീണ്ടും സിറ്റിയിൽ പോയിരുന്നു. എങ്കിലും അയാൾ പെണ്ണമ്മയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പെണ്ണമ്മ മുറ്റത്തേക്ക് ചാടി ഇറങ്ങിയ നിമിഷത്തിൽ അയാൾ കുതിച്ചെത്തി. അയാളുടെ ബലമേറിയ കൈപ്പത്തിക്കുള്ളിൽ പെണ്ണമ്മയുടെ കൈത്തണ്ട ഞെരിഞ്ഞമർന്നു. നിൽക്ക്, പട്ടികൾ കൂട്ടിൽ തന്നെ കിടക്കട്ടെ. വരൂ, നമുക്ക് സംസാരിക്കാം. പെണ്ണമ്മ ജീവിതത്തിൽ എന്നേ വരെ അത്രയും ഭയപ്പെട്ടിട്ടില്ല. അവരുടെ ശരീരത്തിലെ വിറയിൽ തന്റെ കൈക്കുള്ളിൽ അമർന്ന കൈത്തണ്ടയിലൂടെ അയാൾ അറിഞ്ഞു. നിങ്ങൾ ആരാ? ആണുങ്ങളില്ലാത്ത നേരത്ത്. പെണ്ണമ്മയുടെ ഭയം നിറഞ്ഞ കണ്ണുകൾ അയാളുടെ മുഖത്ത് പതിഞ്ഞു. പെണ്ണമ്മയുടെ കൈവിട്ടിട്ട് അയാൾ മാറി നിന്ന് പൊട്ടിച്ചിരിച്ചു. പെട്ടെന്നാണ് അയാളുടെ ചിരി നിലച്ചത്. ആണുങ്ങളെ വിറപ്പിച്ച് നിർത്തുന്ന ഇരുമ്പുങ്കലെ കൊച്ചമ്മയാണോ ഇത് പറയുന്നത്? എന്തും ചെയ്യാൻ മടിക്കാത്ത ഇരുമ്പുങ്കൽ ഇട്ടിയവരെ നിലയ്ക്ക് നിർത്തിയ സ്ത്രീയാണോ ഈ പറയുന്നത്? സ്വന്തം വയറ്റിൽ പിറന്ന ഒരു മകനെ മറ്റു 2 മക്കൾ ചേർന്ന് കൊലപ്പെടുത്തിയപ്പോ അവർക്ക് സഹായിയായി മാറിയ അമ്മയാണോ ഈ പറയുന്നത്? അയാളുടെ കണ്ണുകൾ തിളങ്ങി. അനുഭവിക്കും, നിങ്ങൾ അനുഭവിക്കും. എണ്ണി എണ്ണി കണക്ക് പറയാൻ സമയമായി. ഈ സമയത്ത് കുഞ്ഞുമേരിയും ഗ്രേസിയും പരസ്പരം ആലോചനയിലായിരുന്നു. ഏതോ ഭീകരനാണ് വന്നിരിക്കുന്നതെന്ന് സംശയിക്കേണ്ടതില്ല. പറമ്പിൽ പണിക്കാരുണ്ട്. അവരെ വിളിച്ചു വരുത്തിയാലേ രക്ഷയുള്ളൂ. കുഞ്ഞുമേരിയും ഗ്രേസിയും പിൻവാതിലൂടെ പണിക്കാരുടെ അടുത്തേക്ക് ഓടി. 4-5 പേർ നിമിഷങ്ങൾക്കുള്ളിൽ കുതിച്ചെത്തി. അവർ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായാണ് വന്നത്. എന്താ കൊച്ചമ്മേ, ആരാ? അവർ വിളിച്ചു ചോദിച്ചു. ആരും അടുക്കരുത്. അയാൾ പെണ്ണമ്മയുടെ കൈ പിടിച്ച് മാറ്റി നിർത്തി. കൊച്ചമ്മ സമ്മതിച്ചാൽ എന്നെ നിങ്ങൾക്ക് എന്തു ചെയ്യാം. 1 മിനിറ്റ് മാത്രം. അത് കഴിഞ്ഞ് കൊച്ചമ്മ തീരുമാനം പറയും. അയാളുടെ പെരുമാറ്റവും സംസാരവും ക്ഷുഭിതരായി വന്ന തൊഴിലാളികളെ അമ്പരപ്പിച്ചു. എന്തു വേണമെന്നറിയാതെ അവർ നിന്നു. കൊച്ചമ്മേ, ദേ ഇങ്ങോട്ട് നോക്ക്, അയാൾ മറ്റാർക്കും കേൾക്കാനാവാത്ത സ്വരത്തിൽ പറഞ്ഞു. പെണ്ണമ്മ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഈ മുഖം നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ മക്കൾക്ക് ഈ മുഖം അറിയാം. ഇരുമ്പുങ്കൽ ഇട്ടിയവരേക്കും ഈ മുഖം അറിയാം. കണ്ടാൽ തിരിച്ചറിഞ്ഞില്ലെങ്കിലും എൻ്റെ പേര് കേട്ടാ കൊച്ചമ്മ അറിയും. ഞാനാണ് സാൻഡോ ജേക്കബ്. എന്താ, കേട്ടിട്ടില്ലേ? സാൻഡോ ജേക്കബ്. ആ പേര് കേട്ട പെണ്ണമ്മ ഞെട്ടിത്തെറിച്ചു. അവരുടെ മുഖം ഭയം കൊണ്ട് വിളറി വെളുത്തു. കൂട്ടം ചേർന്ന് എന്നെ തല്ലിക്കൊല്ലണോ വേണ്ടയോ എന്ന് ഇനി അവരോട് കൽപ്പിച്ചാലും ഞാനിതാ കൈകൾ കെട്ടി നിൽക്കാം. പക്ഷേ സാൻഡോ ജേക്കബ് ചത്തില്ലെങ്കിൽ. പെണ്ണമ്മയുടെ കൈ വിട്ടിട്ട് സാൻഡോ ജേക്കബ് മാറി നിന്നു. പെണ്ണമ്മ കൈത്തലം കൊണ്ട് 2-3 വട്ടം മുഖം അമർത്തി ചുടച്ചു.
കണ്ണുകൾ തിരുമ്മി. അവിശ്വസനീയതോടെ സാൻഡോ ജേക്കബിനെ നോക്കിയിട്ട് പെണ്ണമ്മ തൊഴിലാളികളുടെ നേരെ തിരിഞ്ഞു. നിങ്ങൾ പോയിക്കോ, ഇവിടെ പ്രശ്നമൊന്നുമില്ല. പെണ്ണമ്മ പട്ടിക്കൂടിനരികിലേക്ക് ചെന്നു. റാണി, ടൈഗർ, മതി. പെണ്ണമ്മയുടെ കൽപ്പന. കുറച്ചു ചാടി നിന്ന പട്ടികൾ ശാന്തരായി. അപ്രതീക്ഷിതമായ നിമിഷത്തിലാണ് അത് സംഭവിച്ചത്. പെണ്ണമ്മ അകത്തേക്ക് ഒറ്റ കുതിപ്പ്. സാൻഡോ ജേക്കബ് പോലും അമ്പരന്നു പോയി. ഏതെങ്കിലും ആയുധവുമായി തിരിച്ചെത്താനാണ് പെണ്ണമ്മ പോയതെന്ന് അയാൾ സംശയിച്ചു. അയാൾ കരുതലോടെ നിന്നു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.